ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ കഥാസായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയിലുമുണ്ടൊരു കാര്യം അതിൻ്റെ 81ാമത്തെ സെഷനാണ്. ലഹനാൻ സാറിലൂടെ നമുക്ക് 2 പുതിയ കഥകൾ കേൾക്കാം. കഥകൾക്ക് ആഴത്തിൽ നമ്മളെ സ്പർശിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ കഥകളിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ലഹനാൻ സാറിനെ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം ലഹനാൻ സാറിനും. ലഹനാൻ സാർ, യു ആർ വെൽക്കം. ഈ സായാഹ്നത്തിൽ എല്ലാവരെയും സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒന്നിച്ചുകൂടാൻ ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സാബു സാറിന് ഒരു വണക്കം നൽകിക്കൊണ്ട് തുടങ്ങാം. 2 കാര്യം, ഈ കഥകൾക്കൊക്കെ രചയിതാക്കളുണ്ട്, ഞാനല്ല. ഒന്നാമത്തെ കഥ മോളി ജോർജ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ കഥയാണ്. ഒരുപക്ഷെ ആ കഥ അവരുടെ അനുഭവം തന്നെയാണോ എന്ന് പോലും എനിക്കിത് വായിച്ചപ്പോൾ തോന്നി. ഇത്തരം ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കഥ എഴുതിയത് ആരാണെന്ന് അറിയില്ല, അത് പ്രിന്റഡ് ആണ്. നേരത്തെ അതിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനത് പറയുകയാണ്. ഓക്കെ, തുടങ്ങിയാലോ സർ? ഓക്കെ സർ. ഒരു നാടൻ ഗ്രാമത്തില് വളഞ്ഞു പുഴഞ്ഞു പോകുന്ന നദികൾക്കിടയിലൂടെ, ചെറിയ തോടുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഒരു വയോവൃദ്ധൻ, ഞങ്ങളുടെ പള്ളിക്കൂടത്തിലെ ഏറ്റവും ശുദ്ധനായ നല്ല ഒരു അധ്യാപകൻ, റിട്ടയേർഡ് അധ്യാപകൻ, എന്നും നടക്കാൻ ഇറങ്ങുന്നത് വഴി വിട്ട് കുറച്ചും കൂടെ വലിയ വഴിയിലൂടെ പുള്ളി നടക്കുകയാണ്. ഒരു കാലം കൂടെ ഉണ്ട്, അത് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ നടപ്പിന് അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. ഒന്ന് കുത്തി നടക്കുക, ഒരാശ്വാസം, ഒരു താങ്ങ്, ഒരു തണലാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുട ഒന്ന് നിർത്തി മുന്നിൽ നോക്കുമ്പോൾ ഒരു പഴയ സൈക്കിളില് അതിന്റെ പുറകിൽ ഒരു ഭാണ്ഡവുമായി ഒരു പോസ്റ്റ്മാൻ മുമ്പിൽ വന്നു. സാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സാർ ഒരു പക്ഷേ വല്ലാത്തൊരവസ്ഥയിൽ ആ നിൽപ്പില് സാറിനൊരു രജിസ്റ്റേർഡ് കത്ത് കൊടുക്കുക. ആ കത്ത് അദ്ദേഹം വളരെ ആകാംക്ഷയോട് അദ്ദേഹം ചോദിച്ചു, എനിക്ക് ആര് കത്തയക്കാൻ, അതും രജിസ്റ്റേർഡ്, എനിക്ക് കിട്ടണമല്ലോ, അതായിരിക്കും. എന്തായാലും ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന് അദ്ദേഹം ആ കവറ് പൊട്ടിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അതിനകത്ത് ഒരു തുണ്ട് കടലാസും ഒരു ചെക്കുമായിരുന്നു. ചെക്ക് ചെറുതൊന്നുമല്ല, ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്. നമുക്ക് ആലോചിച്ചാൽ അറിയാം, കാലങ്ങൾക്ക് പുറകിൽ 2 ലക്ഷം രൂപ എന്നുള്ളത് ഇന്ന് 2 കോടിയുടെ വിലയാണ്. അദ്ദേഹം അത് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു മറിച്ചു നോക്കി. 2 ലക്ഷം തന്നെ അല്ലേ എഴുതിയിരിക്കുന്നത്? അത്ഭുതം, എനിക്ക് അങ്ങനെ അയക്കാൻ ആരുമില്ല. എന്നാലും ആ ചിന്ത മാഷ പേപ്പർ നിവർത്തി ഒന്ന് വായിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോയി. അക്ഷരങ്ങൾ വർണ്ണച്ചിറകുള്ള തുമ്പികളായി അദ്ദേഹത്തിന് ചുറ്റും പറക്കാൻ തുടങ്ങി. അതിലെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ബഹുമാനപ്പെട്ട രവീന്ദ്രൻ സാർ, വളരെയേറെ കാലമായി ഞാൻ അന്വേഷണത്തിലാണ്. സാറിന്റെ അഡ്രസ് ഒന്ന് പിടികിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. 24 വർഷങ്ങൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ വെച്ച് നീലിമയുടെ ബാഗിൽ നിന്ന് 20 രൂപ മാത്രമാണ് ഞാൻ മോഷ്ടിച്ചത്. അന്ന് സാർ എല്ലാവരുടെയും ബാഗും പുസ്തകങ്ങളും തപ്പിത്തുടങ്ങിയപ്പോൾ ആരും അറിയാതെ ഞാൻ ആ പണം എൻ്റെ അടുത്ത സുഹൃത്തിന്റെ ബാഗിലേക്ക് തള്ളി മാറ്റിയതാ. സാർ, വെറും 20 രൂപയാണ്, പക്ഷെ ഞാനത് ചെയ്തു. വാസുവിന്റെ ബാഗിൽ വെച്ചത് ഞാനാണ്. വാസു പിടിക്കപ്പെട്ടു. അന്ന് തുടങ്ങിയ നീറ്റലാണ് ഇതിന് ബാക്കി പത്രമായി മാറിയത്.
2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയതിനാൽ എനിക്ക് ആ നാട് വിട്ടു പോകേണ്ടി വന്നു. വാസുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയെടുത്തു. എൻ്റെ ഹൃദയത്തിൽ അതൊരു വലിയ നൊമ്പരമായി. എൻ്റെ കണ്ണുകളിൽ അത് ഇരുട്ട് കയറുന്നതായിരുന്നു. പാവം വാസു, ചെയ്യാത്ത തെറ്റിന് ഞാൻ കൊടുത്ത കൂലിയായി പോയില്ലേ അത്. പക്ഷേ സർ, ഞാൻ ഈ ചെക്കിൽ എഴുതിയിരിക്കുന്ന തുക എൻ്റെ തെറ്റിന് പ്രായശ്ചിത്തമാകില്ലെന്ന് എനിക്കറിയാം. ഒരു പക്ഷെ ഒരു കുടുംബത്തെ പൂർണ്ണമായി നശിപ്പിച്ച എൻ്റെ ഒരു ചെറു പ്രായശ്ചിത്തമായി സാർ ഇത് സ്വീകരിക്കണം. എനിക്ക് മാപ്പ് നൽകണമെന്ന് അവനോട് സാർ പറയണം. ഇനിയും എത്ര പണം വേണമെങ്കിലും അവൻ്റെ ആവശ്യത്തിന് ഞാൻ അയച്ചു കൊടുത്തോളാം എന്ന് സ്വന്തം PK രാമകൃഷ്ണൻ ആ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്ന് ചുരുട്ടി പിടിച്ചു. നീറിപ്പടരുന്ന വ്യഥയുടെ ബാക്കി പത്രം. ആരായി രാമകൃഷ്ണൻ? പുള്ളിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ചെക്കയച്ചു തന്നയാൾ ആരാണെന്ന് ആലോചിച്ചിട്ട് പിടികിട്ടിയില്ല. അനേകം ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ മുട്ടി ഉരുമി കൊത്തി തുളച്ചു പോയിരുന്നു. ഓർമ്മകൾ കൃതിഭേദങ്ങൾ അറിയാതെ പക്ഷികളെപ്പോലെ പറന്നുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചാഞ്ഞു പെയ്യുന്ന ഒരു മഴയുള്ള ഒരു ഓഗസ്റ്റ് മാസം, 4ാം ക്ലാസ്സിലെ നീലിമയുടെ പണം കാണാതായത് അന്നാണ്. വാസു ആ ക്ലാസ്സിലെ ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിന് ഓർമ്മ വന്നു. വാസു, രൂപ എടുത്തത് ഞാനല്ല സാർ, സത്യം. എൻ്റെ അമ്മയാണ് സത്യം, സാറാണ് സത്യം. അവന്റെ കൈകൾ സാറിന്റെ തലയിലേക്ക് വെക്കാൻ വന്നപ്പോൾ ഞാനൊരു തട്ട് കൊടുത്തു. കഴിഞ്ഞില്ല. അവൻ വീണ്ടും പറഞ്ഞു, സത്യമായും ഞാൻ എടുത്തിട്ടില്ല സർ. കരഞ്ഞു പറഞ്ഞു. വാസുവിന്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചിരിക്കുന്നു. ആ ചിത്രങ്ങൾ മറക്കാൻ ഞാൻ ശ്രമിച്ചു, നടന്നില്ല. വാസു എന്നും വാസുവായി എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുകയായിരുന്നു. എനിക്ക് അത്യഘാതമായ ദേഷ്യമാണ് വന്നത്. ഞാൻ പറഞ്ഞു, മോഷണം ചെയ്തത് തെറ്റ്. അത് നുണയും കൂട്ടി പറഞ്ഞപ്പോൾ അതിനേക്കാൾ തെറ്റ്. ഞാൻ അവന്റെ മുഖത്തേക്ക് ആഞ്ഞ നിൽപ്പിൽ ഒരടിയാണ് കൊടുത്തത്. തല കറങ്ങിയാണോ അവൻ വീണത് എന്നെനിക്കറിയില്ല. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് വീണ്ടും എൻ്റെ കാൽക്കലിൽ വന്ന് പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. പുറംതിരിഞ്ഞു വന്ന വാസുവിനെ ഞാൻ നിലത്തേക്ക് തിരിച്ചൊരു തള്ളാണ് തള്ളിയത്. ആ തള്ളില് അവന്റെ നെറ്റി നിലത്തടിച്ചു. അവിടെ മുറിവുകളുടെ ഒരു വലിയ ഭാഗമുണ്ടായിരുന്നു. അതിൽ നിന്ന് ചോര വന്നുകൊണ്ടിരുന്നു. ഞാനൊന്നും കണ്ടില്ല. വീണ്ടും മാഷ് പറഞ്ഞു, നീ മോഷണം ചെയ്തതേ നുണ പറഞ്ഞതും സഹിക്കില്ല ഞാൻ. എൻ്റെ കുട്ടിയാണ്. പക്ഷെ ഈ രണ്ടും എനിക്ക് കൂട്ടുള്ളതല്ല. ഇനി ആ നിമിഷമാണ് തോമസ് മാസ്റ്റർ കയറി വന്ന് ചോദിച്ചു, താൻ എന്തുവാടോ ചെയ്തത്? ഞാൻ ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടാ വന്നത്. അവന്റെ നെറ്റിയിൽ 6 സ്റ്റിച്ചാണുള്ളത്, ആഴത്തിലുള്ള സ്റ്റിച്ച്. ഞാനൊരു അധികാരിയെ പോലെ, ഒരു ജഡ്ജിയെ പോലെ പറഞ്ഞു, എൻ്റെ തീരുമാനം ശരിയാണല്ലോ. അവൻ മേലിൽ മോഷ്ടിക്കരുത്. അവൻ സത്യസന്ധനായി എൻ്റെ സ്റ്റുഡൻ്റായി അവൻ വളർന്നിരിക്കും. അതിനാണ് ഞാനത് ചെയ്തത്. ഒരു നിമിഷം നിശബ്ദമായി. എന്നാലും മാഷെ ഇത്തിരി കടന്നു. അവന്റെ വീട്ടിൽ രോഗിയായ അവന്റെ അമ്മയും പ്രായമായ അവന്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. ആ പെങ്ങളുടെ കഠിനാധ്വാനമാണ് ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായിക്കുന്നത്. ഇനി
ആ വാക്കുകൾ ഓടി വന്ന റോണി ടീച്ചറുടേതായിരുന്നു. റോണി ടീച്ചർ പറഞ്ഞു, സാർ സഹിക്കാം. അല്പനേരം വീണ്ടും ഒരു നിശബ്ദത. ആ സംഭവത്തിന് ശേഷം വാസു സ്കൂളിന്റെ പടിയിൽ എത്തിയിട്ടില്ല. അവൻ വീട്ടിലാണ്. ബാക്കിയൊന്നും അറിഞ്ഞുകൂടാ. ഇരുളിലൂടെ മാഷ് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എവിടെയാണത്? ഭാരമായ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ആ കത്തിലേക്കൊന്ന് പോയി, ഇല്ല, എൻ്റെ ധർമ്മമാണ്, ഞാനത് അവനെ ഏൽപ്പിക്കാം. അവന് എവിടെയാണ് ഈശ്വരൻ? കണ്ണുകൾ കാണായികയിലേക്ക് പോകുന്നു, ചെവികൾ കേൾക്കായ്മയിലേക്ക് പോകുന്നു. എനിക്ക് വയ്യ, ഞാനൊന്ന് ഇരിക്കട്ടെ. പരിചയമുള്ള ആരോ എന്നെ എഴുന്നേൽപ്പിച്ചു. മാസ്റ്ററെ, എന്താ പറ്റി? അവൻ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ വാസു എന്നാളുടെ വീട് എവിടെയാണെന്ന് വല്ല പിടിയുമുണ്ടോ? ആ, അതെ, എൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. 10-24 വർഷം മുമ്പാണ്. എനിക്ക് അവനെ അത്യാവശ്യമായി കണ്ടേ പറ്റൂ. കേട്ടവർ അറിവില്ലായ്മയുടെ കൈകൾ കൊണ്ട് പറഞ്ഞു, ഇല്ല സാർ, അറിഞ്ഞുകൂടാ. സാറിന്റെ നടപ്പ് വീണ്ടും മുന്നോട്ടായി. കിട്ടിയ വഴിയിലൂടെ സാറ് സഞ്ചരിച്ച് ഒരു സ്റ്റോപ്പിലിറങ്ങി. അവിടെ ഒരു കൊച്ചു ചായക്കട. അദ്ദേഹം അതിലേക്ക് കയറി. ചിലരൊക്കെ കൊച്ചു മീശയൊക്കെ തടവി വലിയ വലിയ വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറ് നിശബ്ദനായി നിന്നപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ അടുത്തു വന്ന് ചോദിച്ചു, സാർ, ചായയാണോ കാപ്പിയാണോ വേണ്ടത്? നിങ്ങൾ പറ, എനിക്കെന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഇവ രണ്ടുമല്ല, എനിക്ക് വേണ്ടത് വാസുവിന്റെ വീടാണ്. ഏതു വാസു? ചോദ്യങ്ങളുടെ 100 ശരങ്ങളാണ് എന്നിലേക്ക് എത്തിച്ചത്. എനിക്ക് എന്തു പറയാൻ കഴിയും? അതിലൊരാൾ പറഞ്ഞു, സർ, എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ വീടിനടുത്ത് വാസു എന്നുള്ള ഒരാളുണ്ട്. അവന്റെ പെങ്ങളാണ്. അവർ രണ്ടുപേരും മാത്രമേ അവിടെയുള്ളൂ. കുട്ടി വരൂ, എന്നെ ഒന്ന് അവിടെ എത്തി. അപ്പോഴാണ് ആ ചായക്കടക്കാരൻ അടിച്ചൊരു ചായ സാറിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. നിന്ന നിൽപ്പിൽ തണുത്ത ചായ വലിച്ചു കുടിച്ചു. എന്നിട്ട് മാഷ് നടന്നു. അവിടെ കണ്ടത് ഓല മേഞ്ഞ ഇടിഞ്ഞു വീഴാതായ ഒരു കൊച്ചു വീട്. അതിൻ്റെ മുൻപിൽ വസ്ത്രങ്ങളെല്ലാം മുഷിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു സ്ത്രീ. അവരുടെ കഴുത്തിൽ ഒരു കറുത്ത ചരടിന്റെ ആക്കമുണ്ടായിരുന്നു. സാറ് അടുത്തു ചെന്ന് വളരെ സൗമ്യതയോടെ ചോദിച്ചു, ഇതാണോ വാസുവിന്റെ വീട്? ആ സ്ത്രീ അധ്യാപകന്റെ മുഖത്തെയൊക്കെ ശക്തമായൊന്ന് നോക്കിയിട്ട് ഒന്ന് തല കുലുക്കി തല കീഴോട്ടാക്കി പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് വാസുവിന്റെ വീട്. ആരാ? മാഷ പേര് പറഞ്ഞു. എന്നെ അറിയുമോ നിനക്ക്? നർമ്മരസം തുളുമ്പുകയാണോ എന്നറിയില്ല. ആ ചോദ്യം കേട്ട് അവരുടെ ഉള്ളിൽ ഒന്നുകൂടെ പറഞ്ഞു, അറിയുമോ എന്ന്. ഇത് ആ മാസ്റ്ററുടെ ക്ലാസ്സിൽ തന്നെ ഉള്ള ജാനകിയാണ്. വാസുവിന്റെ പെങ്ങളായി ഞാനാണ് ഈ കുടുംബത്തെ മുന്നിട്ട്. അവര് പറഞ്ഞു, വാസുവിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഞാൻ കട്ടെടുത്തിട്ടില്ല, ഞാൻ ആ കുട്ടിയുടെ പണം എടുത്തിട്ടില്ല. ഇല്ല ഇല്ല സർ, എനിക്ക് വാസുവിനെ ഒന്ന് കാണണല്ലോ. വാസുവിനെ കാണിക്കാൻ ആ സ്ത്രീയ കെട്ടിടത്തിനകത്തേക്ക്, കെട്ടിടമെന്ന വാക്ക് ഞാൻ പറയില്ല, ആ ഓലക്കുടിലിനകത്തേക്ക് കുനിഞ്ഞു കയറ്റി. അരണ്ട വെളിച്ചത്തില് ഒരു മനുഷ്യ പേക്കോലം അവിടെ ചുരുണ്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വീണ്ടും സംശയം തീർത്ത് ചോദിച്ചു, ഇതാണോ വാസു? ഒരു മൂളലിൽ എല്ലാം ഒതുക്കിയ അവർ പറഞ്ഞു, നോക്കൂ, വാസുവിന് ഒന്നേ സംസാരിക്കാൻ, ഒന്നേ പറയാനുള്ളൂ. അവൻ ഇന്നും അന്നും പറഞ്ഞത് ഒരേ കഥയാണ്, ഞാൻ എടുത്തിട്ടില്ല, ആ പണം ഞാൻ എടുത്തിട്ടില്ല.
സാർ ഇപ്പോൾ ബോധം തെളിയുകയാണെങ്കിൽ അദ്ദേഹം അത് തന്നെയായിരിക്കും പറയുക. ഇപ്പോൾ ബോധം തെളിയുകയാണെങ്കിൽ ഇപ്പോൾ അവൻ അത് തന്നെയായിരിക്കും പറയുക. എന്റെ മനസ്സിലേക്ക് ഒരു ചരക്ക് ലോറി ഇടിച്ചു കയറുന്നതിനേക്കാൾ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാണ് വാസുവിനോട് ഇത് പറയുക? ഞാൻ എന്തിനാണ് വന്നെന്നാണ് പറയുക? ഇല്ല, ഇനി അരനിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ കഴിയും. വാസുവിന്റെ പേരിലുള്ള ചെക്ക് വാസുവിന്റെ അടുത്തെത്തി അവന്റെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചു 2 വിരലുകൾക്കിടയിൽ വെച്ചു കൊടുത്തു. ഒരു നാടും അവിടുന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് പോയി. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു, വാസു, ക്ഷമിക്കണമെന്ന് ഞാൻ എന്താ പറയുന്നത്? അപ്പോഴാണ് വാസുവിന്റെ മുഖം കൃത്യമായി സാറൊന്ന് കണ്ടത്. ആ നെറ്റിത്തടത്തിൽ ശക്തമായ 3 മുറിവുകളുടെ പാടുണ്ടായിരുന്നു. 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പാടുകൾ അവിടെ ഒരു ഓർമ്മക്കുറിപ്പായി കൊത്തിയിരിക്കും. സാറ് നിലത്തിരുന്നു അവനെ ചേർത്ത് പിടിച്ചു. ആ പിടിച്ച സമയം മറ്റാരോ അവനെ തൊട്ടു എന്നറിഞ്ഞു. സാറിന്റെ കൈകൾ ആ മുറിപ്പാടുകളിലൂടെ ഒരു ലേപനം ഒന്ന് നല്ലപോലെ തുടച്ചു. ആ കൈകളിലും ആ മുറിപ്പാടുകളിലും ഒന്ന് നല്ലപോലെ തൊട്ടു. വിറച്ചുകൊണ്ടവൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല സർ. ആരോടാണ് പറഞ്ഞതെന്ന് അറിയില്ല. സാറിന്റെ കൈകൾ തൊട്ട ആ നിമിഷം അവൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. സാറിന് എഴുന്നേൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവിടുന്ന് എഴുന്നേറ്റ് പതുക്കെ തൻ്റെ കണ്ണുകളൊന്ന് തുടച്ച് സാറും സ്വയം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. സർ, ഒന്നാമത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ കൂടെ തുടങ്ങും സാർ. അതും കൂടെ പറഞ്ഞിട്ട് മതിയില്ലേ? രണ്ടാമത്തെ കഥയുടെ രചയിതാവ് ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം അതിനകത്തുണ്ട്. 2 കഥകൾക്കും എവിടെയൊക്കെ ഒരു സാമ്യം. 2 കഥകൾ. രണ്ടാമത്തെ കഥയുടെ പേര് കഥയുടെ അവസാനം. ഇവിടെയും അന്നൊക്കെ സ്കൂളുകൾ പാടത്തോട് ചേർന്ന് ഉള്ള കരയിലുണ്ടാക്കിയ സാധാരണ സ്കൂൾ. അന്ന് ശേഖരൻ മാസ്റ്റർ വളരെ വൈകിയാണ് എത്തിയത്. തൻ്റെ ക്ലാസ്സിലെ ബഹളം കേട്ടു സാറ് വേഗം വേഗം നടന്ന് ക്ലാസ്സിലെത്തി. അവിടെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സാറിന്റെ ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനാണ് അദ്ദേഹം. ഈ അധ്യാപകന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ശേഖരൻകുട്ടിയുടെ കരച്ചിലാണ് അതിനകത്ത് നിന്ന് കേട്ടത്. സാറിനെ കണ്ടതും അവനെല്ലാം മറന്നു ഓടി സാറിന്റെ അടുത്തെത്തി കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്റെ സമ്മാനം കിട്ടിയ വാച്ച് ആരോ മോഷ്ടിച്ചു സർ. എന്റെ സമ്മാനം കിട്ടിയ വാച്ച് ആരോ മോഷ്ടിച്ചു. അവൻ തളരുകയാണോ? ചുറ്റുമുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ആകാംക്ഷയോട് സാറിനെ ശ്രദ്ധിക്കുക. അപ്പുറത്തെ ക്ലാസ്സിലെയും ഇപ്പുറത്തെ ക്ലാസ്സിലെയുമുള്ള കുട്ടികളിൽ ചിലരൊക്കെ ഈ ബഹളത്തിനിടയിൽ വന്ന് നിൽക്കുന്നുണ്ടോ? എങ്കിലും എല്ലാവരും ഇല്ല. അവൻ വീണ്ടും പറഞ്ഞത് ഇതാണ്, എനിക്ക് സമ്മാനം കിട്ടിയ വാച്ചാണ് നഷ്ടപ്പെട്ടത്. ഞാൻ വീട്ടിൽ ഇനി എന്താണ് പറയുക? ഇവിടെ ഉള്ളവർ തന്നെയാണ് സാർ അത് എടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കളിക്കാൻ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ എൻ്റെ വാച്ചിന് ഒന്നുകൂടെ ഞാൻ എടുത്തു നോക്കുകയാണ് ബാഗിൽ നിന്ന്. കിട്ടിയില്ല സാർ, ആരോ കൊണ്ടുപോയി. സാറ് രൂപമൊക്കെ ഒന്ന് മാറ്റി. പെട്ടെന്ന് തന്നെ സാറ് പറയും, നിങ്ങളെല്ലാവരും
നിങ്ങളുടെ ബാഗുകൾ എൻ്റെ മേശപ്പുറത്ത് കൊണ്ട് അടുക്കി വയ്ക്കുക. അതൊരു ശാസനമായിരുന്നു, ഉഗ്രമായ ശാസനം. എല്ലാവരുടെയും മുഖത്ത് ഒരു കരിവാളിപ്പ് വന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കൊണ്ടുവയ്ക്കുക. എവിടെയൊക്കെയോ പരിങ്ങലുകൾ. ആ പരിങ്ങൽക്കിടയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ബാഗ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാഗ് ഇവിടെ കൊണ്ടുവയ്ക്കുക. എല്ലാവരും കേട്ടു അക്ഷമരായി നിൽക്കുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു വിവരവും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ, സമ്മാനം കിട്ടിയ വാച്ച് നമുക്ക് തിരിച്ചു കിട്ടണം. നിങ്ങളുടെ ആരുടെയെങ്കിലും കൈകളിൽ ഉണ്ടെങ്കിൽ അതെന്റെ കയ്യിൽ തരിക, ബാക്കി നമുക്ക് പിന്നെ. പക്ഷെ ഞാൻ ഈ ബാഗിൽ നിന്ന് കണ്ടെടുത്താൽ ശിക്ഷ കൂടുതലാകും. ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ബാഗുകൾ മാത്രം ശ്രദ്ധിച്ചു. സാർ ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ ബാഗ് തപ്പാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. ഞാൻ പറഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ കണ്ണു തുറക്കാവൂ. കേട്ടല്ലോ? ഞാൻ പറയുമ്പോൾ കണ്ണുകൾ അടയ്ക്കണം. ഞാൻ പറഞ്ഞ ശേഷം മാത്രമേ കണ്ണുകൾ തുറക്കാവൂ. എല്ലാവരും സടകുടഞ്ഞ് കൃത്യമായി സാറ് പറഞ്ഞ വാക്കുകൾ പാലിച്ചു. സാർ ഒരു 2 നിമിഷം അങ്ങനെ തന്നെ നിന്നു. ആരും ഒന്നും പറഞ്ഞു. ആരെങ്കിലും കണ്ണു തുറക്കുന്നുണ്ടോ എങ്കിൽ അവൻ തന്നെ അല്ലേ ആ കള്ളൻ സാറിന്റെ മനസ്സിൽ. ആരും കണ്ണു തുറന്നു കണ്ടില്ല. സാറ് പറഞ്ഞു, കണ്ണുകൾ ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവൂ. ഓരോ ബാഗും സാർ മേശപ്പുറത്തിനെടുത്ത് തപ്പാവുന്ന രീതിയിലൊക്കെ തന്നെ തപ്പി. അവസാനത്തെ ബാഗ് തുറക്കുമ്പോൾ ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് ഒരു ഇളക്കം, ഒരു ശബ്ദം. സാറ് തുറന്നു. ആ കുട്ടി പറഞ്ഞ ആ വാച്ച്, സമ്മാന വാച്ച് അതിലുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ട ശേഷം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഞ്ചി, ബാഗ് എടുത്തുകൊണ്ട് പോവുക. നഷ്ടപ്പെട്ട കുട്ടിയുടെ മുഖത്തൊരു ഇടിവെട്ടിന്റെ ഭാവമുണ്ട്. എങ്ങനെ വീട്ടിൽ പോകുമെന്ന ചിന്തയാണ് അവനുള്ളത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ നിശബ്ദരായി അവരവിടെ തന്നെ ഇരിക്കുന്നു. ഇനി എന്താണ് പ്രവചിക്കാൻ പോകുന്നത്? വാച്ച് കിട്ടിയോ? ഒന്നും അറിഞ്ഞുകൂടും. സാർ ഒരല്പ സമയശേഷം പറഞ്ഞു, മോനെ, നിന്റെ വാച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. വേറെ ഒന്നും സാറ് പറയുന്നില്ല. മോനെ, നിന്റെ വാച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, വരിക. എല്ലാവരും കാണും. മോൻ ആ വാച്ച് സ്വീകരിക്കും. അവന്റെ കയ്യിലേക്ക് ആ വാച്ച് കൊടുത്തു. അവിടെ ഒരു നിശബ്ദത മാത്രം. നോർമൽ ക്ലാസ് തുടർന്നു. എല്ലാവരും പോയി. നോ ഡിസ്കഷൻ. അതുമായി ബന്ധപ്പെട്ടൊരു വാക്ക് പോലും ആരും പറഞ്ഞില്ല. സാറും പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. 22 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം സാറ് ആ പടവരമ്പിലൂടെ നടക്കുകയാണ്. തൻ്റെ സ്കൂളിൻ്റെ മുൻപിലുള്ള കുറച്ച് വീതിയുള്ള പടവരമ്പിലൂടെ. അദ്ദേഹത്തിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ശിഷ്യൻ വന്നു. സാറിന് കാര്യം മനസ്സിലായില്ല. പക്ഷെ എങ്കിലും ഒരു ഉദ്യോഗത്തോടെ ഒന്ന് നോക്കി. അവൻ ചിരിച്ചു. സാറിന്റെ അടുത്ത് വന്നു സാറിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ, ഞാൻ ബാലഗോപാലന്. സാറിന്റെ 5B ഏറ്റവും പുറകിലിരുന്ന് ഏറ്റവും വലിയ കുസൃതി കാണിച്ച ബാലഗോപാലൻ. നിശബ്ദത വീണ്ടും. ഒരു കിളികൾ പോലും ചിലച്ചില്ല. ഒരു തവള പോലും കരഞ്ഞില്ല. സാറ് കുറച്ചു നേരം അവനെ ഒന്ന് നോക്കി. സാർ എന്നെ ഓർക്കുന്നില്ല? വീണ്ടും ചോദിച്ചു, സാർ എന്നെ ഓർക്കുന്നില്ല?
സാറേ, നമ്മുടെ ക്ലാസ്സിൽ ഒരു വാച്ച് പോയത് സാർ ഓർക്കുന്നു. സാറ് എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് എന്നോടൊന്നും പറയാതെ അന്ന് വിട്ടുപോയത് ഓർമ്മയാണ്. അന്ന് പോകുന്നതിന് മുമ്പ് ക്ലാസ്സിൽ വെച്ച് ഒരു കാര്യം സാറ് പറഞ്ഞു. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യമാണ് സാർ അത്. സാർ പറഞ്ഞത് ഇതാണ്: സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകും. സർ, ആ നാണമില്ലാത്തവനായി ഈ നിൽക്കുന്നത്. നെഞ്ചിൽ തട്ടി അഭിമാനത്തോടെ അവൻ പറയുകയാണ്. സാറിന്റെ ഈ വാചകമാണ് ഇന്ന് എന്നെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നത്. സാറാണ് എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം തന്നത്, എൻ്റെ കാതുകൾക്ക് ശബ്ദം നൽകിയത് സാറാണ്. ആ വാച്ചെടുത്ത നാണമില്ലാത്തവന് അന്ന് തോന്നി, ഇനി നാണം കെട്ടാൻ ആവരുത്, അഭിമാനത്തോടെ എൻ്റെ സാറിന്റെ മുൻപിൽ എത്തണം, മാപ്പ് ചോദിക്കണം. സാറ് അവൻ വീണ്ടും സാറിനോട് പറഞ്ഞു, പഠനത്തിൽ കുറെ കൂടെയൊക്കെ നന്നായി പഠിച്ചു. ഞാനൊരു കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയാണിപ്പോൾ. പക്ഷേ അന്നും ഇന്നും ആ വാച്ചെടുത്ത നാണം കെട്ടവനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തുറന്നു കാണിക്കുമായിരുന്നു. ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം, സാറിനെയാണ് കിട്ടിയത്, സാറിൻ്റെ അടുത്തേക്കാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എനിക്കൊരു സംശയമുണ്ട് സാർ. സാർ എൻ്റെ ബാഗിൽ നിന്ന് ആ വാച്ച് എടുത്തിട്ട് എന്നോട് പോലും ഒന്നും ചോദിച്ചില്ല, എന്നെ ഒന്ന് ശാസിക്കുക പോലും ചെയ്തില്ല. സാറിന്റെ വാക്കുകൾ ഒന്നുകൂടെ ഉരുവിടട്ടെ. ഞാൻ സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണം കെട്ടവൻ കൊണ്ടുപോകും. കടുകട്ടിയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് അതായിരുന്നു. വീണ്ടും ആ കുട്ടി ചോദിച്ചു, ഇന്ന് കുട്ടിയല്ല, വലിയ ആളാണ്, സാർ എന്തുകൊണ്ടാണ് എന്നെ ഒന്ന് ശാസിക്കുകയെങ്കിലും ചെയ്യാൻ? സാറ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, കുട്ടാ, നിങ്ങളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞ ആ നിമിഷം ഞാനും കണ്ണുകൾ അടച്ചു. അത് തീരുന്നവരെ, വാച്ചന്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ കണ്ണുകൾ അടച്ചു. എൻ്റെ പോക്കറ്റിലേക്ക് ഞാൻ ആ വാച്ച് മാറ്റിയ ശേഷമാണ് നിങ്ങളോട് കണ്ണുകൾ തുറക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ആരുടെ ബാഗിൽ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആരുടെ ബാഗിൽ നിന്നാണ് അത് കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കുറ്റം നീ ഇപ്പോൾ എൻ്റെ മുമ്പിൽ സമ്മതിച്ചപ്പോൾ ഇനിയും നീ ഉയരങ്ങളിലേക്ക് പോകും. ആരുടെ ബാഗിൽ നിന്നാണ് ആ വാച്ച് ഞാൻ എടുത്തത് എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കണ്ണുകൾ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അടച്ചിരുന്നു. എൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് സാറേ. കഥ ഇവിടെ അവസാനിക്കും. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. രണ്ട് തലങ്ങളിലൂടെ നമുക്ക് കാണാം അല്ലേ? കൊച്ചു കുട്ടികളുടെ മനസ്സിലുണ്ടായ തെങ്ങലുകളെ കുറിച്ചാണ് അല്ലെ മനോഹരമായി സാറ് പറഞ്ഞത്. പക്ഷെ ഇവിടെ രണ്ട് അധ്യാപകർ രണ്ട് ഡൊമൈനിലാണ് നിൽക്കുന്നത്. അവരുടെ ആ രീതികൾ, അവരനുവർത്തിച്ച രീതികൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും തീർച്ചയായിട്ടും വളരെയധികം, പ്രത്യേകിച്ച് പുതിയ ജനറേഷനുള്ള കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, പ്രത്യേകിച്ച് അധ്യാപകർക്ക്, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ നല്ല ഒരു പാഠമായി മനസ്സിലാക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ഏടാണ്. താങ്ക് യു സാർ, വളരെ സന്തോഷം. നമുക്ക് കഥയുടെ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ജ്യോതികുമാർ സാറും തുടങ്ങും. യെസ് സർ. ഉലഹന്നാൻ സർ നമസ്കാരം. സാബു സാർ നമസ്കാരം. എല്ലാ ദിവസവും കയറാൻ പറ്റാറില്ല, പക്ഷെ ഇന്ന് എന്തോ അറിയില്ല, സമയം സ്വല്പം ഞാൻ ആദ്യം ലേറ്റായി പോയെങ്കിലും ഓടി വന്ന് കയറുകയായിരുന്നു. അത് നമ്മളെ ഉലഹന്നാൻ സാർ അല്ലേ, ഇങ്ങനെ എത്തണമെന്നുള്ള ഇത് കൊണ്ട് മാത്രം. ഓക്കെ സാർ, വളരെ നല്ല രണ്ട് കഥകൾ. ഈ തരത്തിലുള്ള വിജ്ഞാന എന്താ പറയേണ്ടത് സ്രോതസ്സുകൾ കയ്യിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഞങ്ങളുടെയൊക്കെ ഇടയിലൂടെ. ഈ എന്താ പറയുക,
പാമരന്മാരുടെ ഇടയിലൂടെ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഞാൻ എന്താ പറയുന്നറിയോ, എന്തായാലും രണ്ട് കഥകളും കഥയിലുമുണ്ട് കാര്യം എന്നല്ല പറയേണ്ടതെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഈ കഥയിലുമുണ്ട് വിജ്ഞാനം ശരിക്കും, അല്ലേ? റോയ് സാർ ചിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. കാരണം വെറും ഒരു കഥയല്ല ഇത്, കാര്യം മാത്രമല്ല. അത് ഗംഭീരമായിരുന്നു. ആ അധ്യാപകൻ ഒരു നല്ല ശരിക്കും അവതരണ പറയുന്ന വളരെ വളരെ സാവധാനത്തിൽ സാർ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ആ ഒരു രംഗം ഇങ്ങനെ മനസ്സിൽ വരികയാണ്. ഒരു രംഗം ആ അധ്യാപകൻ കാലംകുടയുമായിട്ട് പോകുന്ന സമയത്താണല്ലോ പോസ്റ്റ്മാൻ കത്തുണ്ട് മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്, അല്ലേ? ആദ്യത്തെ കഥയിൽ എനിക്കാര് കത്തയക്കാം. അപ്പം നമ്മളിങ്ങനെ കാണുമായിരുന്നു. അദ്ദേഹത്തോട് ആ പോസ്റ്റ്മാനോട് ചോദിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലായിട്ട് കാണുകയാണ്. അതാണ് നാടൻ പ്രദേശത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ പറഞ്ഞു 2,00,000 രൂപയുടെ ചെക്കാണ്. തുറന്നു നോക്കിയപ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോയി, അല്ലേ? അവിടെ സാറ് ചെറുതായിട്ടൊന്നും കൂടി സാറിൻ്റെതായ ഒരു സാഹിത്യ ഭാഷ ഉപയോഗിച്ചു. അക്ഷരങ്ങൾ വർണ്ണച്ചിറകുകൾ വെച്ച് പറയുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു പലതും, അല്ലേ? ആ നീലിമയുടെ ബാഗിൽ നിന്നും 20 രൂപ മോഷ്ടിച്ചു സ്നേഹിതൻ്റെ ബാഗിലേക്ക് അങ്ങ് വെക്കുകയാണ്. അപ്പോൾ എന്തായി? പാവം ആ സ്നേഹിതൻ എന്ന് പറഞ്ഞ വാസു പിടിക്കപ്പെടുകയും ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത്. അതാണ് പിന്നീട് കാലം വളരെ കടന്നു പോവുകയും. അപ്പം ആ ചെക്കിൽ എഴുതിയിരിക്കുന്നു, സാറേ ഈ ചെക്ക് രാമകൃഷ്ണൻ്റെ ചെക്കാണ്, സ്വീകരിക്കണം. ഇത് വാസുവിൻ്റെ പ്രായശ്ചിത്തം ചെയ്യും എന്നൊരു ഭാവത്തിൽ, വാസുവിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും, ഇത് സാറിനുള്ളതെന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വാസുവിന് കൊടുക്കാൻ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അവിടെ ചെറിയ എന്തോ ഒരു, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് മാഷിനുള്ളൊരു പാരിതോഷികമായിട്ടാണ്. കാരണം അയാൾ പിന്നീട് ആ ലെവലിലേക്ക് എത്തുകയും വാസുവിന് ഞാൻ കൊടുത്തോളാം എന്നുള്ള ഭാവത്തിൽ. ആരാണ് ഈ രാമകൃഷ്ണൻ മാഷ്ക്ക് അറിയില്ല. കാരണം ചെറുപ്രായത്തിൽ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ അറിയില്ല, എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ. അപ്പോഴാണ് അപ്പോൾ വാസു ആയിട്ട് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ആരാണ് ഈ രാമകൃഷ്ണൻ മാഷ് ചോദിക്കുമ്പോഴും വാസു അന്ന് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല സർ, ഞാനല്ല സർ, മുഖം ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രയാസം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വരരുചിയുടെ ഒരു കഥയുണ്ട് സാറേ. വരരുചി എന്താണ്, ഒരു ചെറിയ പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്നും ആ കുട്ടിയെ വരരുചിയാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതീവ ബ്രാഹ്മണനും പണ്ഡിതനുമായ ഞാൻ ചണ്ടാലക്കുടിലിൽ വളർന്ന ആ കുട്ടിയെ കല്യാണം കഴിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു. പാവം. കാരണം വാസുവിൻ്റെ മുഖം ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. മോഷണവും നുണയും. മാസ്റ്റർ വാസുവിൻ്റെ ഒരൊറ്റ അടി വെച്ചു കൊടുത്തു മുഖത്ത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. ഇന്നടിച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പ് മാറും. എന്തായാലും അവനെ തള്ളിയിടുകയും ചെയ്തു. പാവത്തിന് തള്ളിയപ്പോൾ വീണുപോയി. ഞാനും ഇതുപോലെ ഒരു ഫ്രണ്ടിനെ തള്ളിയിട്ട് വീണിട്ട് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതാ എനിക്ക് ഓർമ്മ വന്നു. ആവട്ടെ, അങ്ങനെ മുഖത്ത് രക്തവും നെറ്റിയിലൊക്കെ രക്തമൊക്കെ വന്നു. അപ്പം മാഷ് പറയുന്നൊരു ന്യായമുണ്ട്, വാസു നീ എൻ്റെ കുട്ടിയാ. അതാണ് അന്നത്തെ ആ ടീച്ചേഴ്സ്, അല്ലേ, ഗുരുക്കന്മാർ. അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛനമ്മമാർ. ഇന്നത്തെ പോലെയല്ല. അങ്ങനെയാണ്, നീ എൻ്റെ കുട്ടിയാ, അതെനിക്ക് അതാണ്, ഇതൊരിക്കലും ഞാൻ സഹിക്കില്ല വാസു. അതാണ് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി തുന്നിയിട്ട് പാവം അവൻ എൻ്റെ കുട്ടിയാ, പാടില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മറ്റു ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഏതോ ടീച്ചർ പറഞ്ഞു, അയ്യോ മാഷേ, അവൻ്റെ വീട്ടിൽ രോഗിയായ അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷെ എന്ത് ചെയ്യാനാ. ആ സംഭവത്തിന് ശേഷം പിന്നെ വാസു വന്നിട്ടില്ല സ്കൂളിൽ തോന്നുന്നു. മാസ്റ്ററാകെ തളർന്നുപോയി. വാസു എവിടെ? പിന്നെ അന്വേഷണമായി വാസുവിനെ. 24 വർഷം മുമ്പ് പഠിച്ച കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ഈ കത്ത് കിട്ടിയതോടുകൂടി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചായക്കടയിൽ ക്ഷീണിതനായി കയറിയപ്പോഴേ പറഞ്ഞു അപ്പോൾ അവിടെയുള്ളൊരു കുട്ടിയാണ്, അല്ലേ, പറഞ്ഞത്, സാറേ ചായയോ കാപ്പിയോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറയാണ്, എനിക്ക് വാസുവാണ് വേണ്ടത്, ചായയും വേണ്ട കാപ്പിയും വേണ്ട. അതൊക്കെയാണ് അവതരണത്തിൻ്റെ ഒരു മെച്ചമാണ് സാറേ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ആ ബുക്കിലോ അല്ലെങ്കിൽ ഈ കഥയിലോ ഉണ്ടാവില്ല. അത് സാറിൻ്റെ മെച്ചമാണ്. അപ്പോൾ ആ കടയിൽ വേറെ അടുത്തിരുന്ന് ചായയോ മറ്റോ കഴിക്കുന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ ആ ഭാഗത്തൊരു വാസുവുണ്ട്, ഒരു പെങ്ങളുണ്ട്, അതാണോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി പോവുകയാണ്. നോക്കുമ്പോൾ ഒരു കുടിലിൽ ഇങ്ങനെ കിടക്കുന്നു. പെങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലേ, ഇതാണ് വാസുവിൻ്റെ വീട്. അപ്പോൾ ചോദിക്കുകയാണ്, ആ പെങ്ങൾ ചോദിച്ചു, ആരാണ്
എന്ന് പറഞ്ഞു. ഞാൻ മാസ്റ്റർ. അങ്ങനെ ജാനകി നോക്കുമ്പോൾ അതും അതേ സ്കൂളിൽ പഠിച്ച കുട്ടി തന്നെയായിരുന്നു അല്ലേ, ആ ജാനകി പെങ്ങൾ. അതെ, കറക്റ്റ്. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. എന്റെ ഫോണിന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. കേൾക്കുന്നില്ലേ? ഉണ്ട് സാർ, ഉണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ Clear ആണ്. ഗോപകുമാർ സാറിന് എന്തോ ചെറിയ കുഴപ്പം. ഞാനിത് ഒന്നുകൂടി അടുത്ത് വരാം, ഒന്നുകൂടി അടുത്തിരിക്കാം. ഇല്ല, ക്ലിയർ ആണ്. ഫോണിന്റെ കുഴപ്പമാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ കുറേ സമയം എടുക്കുന്നുണ്ടാവോ? ജാനകിയും ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. വാസുവിനെ കാണണം. കുടിലിൽ എന്താണ് കുനിഞ്ഞ് കയറിക്കൊണ്ട്, പാവം, ഒരു ചെറിയ കുടിലല്ലേ, അകത്തതാ വാസു കിടക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് സാറേ. സത്യം പറഞ്ഞാൽ വാസു കിടക്കുന്ന ഇപ്പം ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ. വാസുവിന് ഒന്നേ പറയാനുള്ളൂ, ഞാൻ എടുത്തില്ല. നമ്മളെ മാസ്റ്ററാകെ തളർന്നുപോയി. ആ ചെക്ക് വാസുവിൻ്റെ വിറയാറുന്ന കൈകളിൽ വെച്ചു കൊടുത്തു. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വാസു ക്ഷമിക്കൂ. ഓ, ഇതാണ് നെറ്റിത്തടത്തിൽ 3 മുറിവുകൾ ഇപ്പോഴും. അതാണ്. വാസുവിനെ കെട്ടിപ്പിടിച്ചു മാസ്റ്റർ. സാറിൻ്റെ കൈകൾ തൊട്ടപ്പോൾ ഉടൻ വാസു പറഞ്ഞു, ഞാൻ എടുത്തില്ല സാർ. വീണ്ടും ഓ, ഇത്രയാണ് ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും സാർ. അതിഗംഭീരം. വളരെ തന്മയത്വത്തോടുകൂടി ഒരു സിനിമ കാണുന്ന ഒരു ഭാവം ഞങ്ങൾക്ക് തന്നു. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ കഥയുടെ അവസാനമാണ്. പക്ഷെ ഞാനത് കഥയുടെ അവസാനം പറയാൻ തയ്യാറല്ല. പാടത്തിനരികൾ സ്കൂളിൽ നമ്മളെ ചായശേഖര മാസ്റ്റർ ഇങ്ങനെ വൈകി ഓടിപ്പോവാണ്. എൻ്റെ സ്കൂളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഇതേപോലത്തെ ഒരു സ്കൂളാണ്, റൂറൽ ഏരിയയിൽ. അപ്പോൾ അന്ന് കൃഷ്ണൻ മാസ്റ്റർ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം ഓടിയാ വരിക, വളരെ കിലോമീറ്റർ അകലയിൽ നിന്ന് നടന്നു വരണം. അപ്പം ലേറ്റായിട്ട് എപ്പോഴും വരുള്ളൂ. കുട്ടികൾ ബഹളം വെച്ചു. അപ്പോൾ നന്നായി പഠിക്കുന്ന രാജശേഖരൻ കുട്ടിയുടെ കരച്ചിലാണ് അദ്ദേഹം കേൾക്കുന്നത്. അങ്ങനെ കയറി വരുമ്പം തന്നെ കേൾക്കുന്നുണ്ട് കരച്ചിൽ. എൻ്റെ സമ്മാനം കിട്ടിയ വാച്ച് കളഞ്ഞു പോയി, ആരോ എടുത്തു മാഷയെ, മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ്, ഇവിടെയുള്ളവർ തന്നെയാണ് എടുത്തതെന്ന് അവൻ ഉറപ്പിക്കുകയും ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും, മാഷ്കാകെ പ്രശ്നമായി. ഇതാണ് അന്നത്തെ കാലത്തുള്ള ഗുരുക്കന്മാരുടെ ഒരു വല്ലാത്തൊരു ബുദ്ധി വൈഭവം. അതാണ് പറയേണ്ടത്. നോക്കൂ, ഇലക്കും മുള്ളിനും കേടില്ലാതെ എന്ന് പറയാറില്ലേ സാർ? പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ പറയും, ഇലക്കും മുള്ളിനും കേടില്ലാതെ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നൊക്കെ പറയാറില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബാഗ് എൻ്റെ മേശപ്പുറത്ത് വയ്ക്കുമോ? ഒരു കൽപ്പിക്കലായിരുന്നു, അതൊരു കൽപ്പന. അന്നത്തെ കാലത്ത് മാസ്റ്റർ പറഞ്ഞാൽ പിന്നെ അത് കൽപ്പന തന്നെ. അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുവെക്കുന്നു അല്ലേ? ആരെങ്കിലും എടുത്തോ? വീണ്ടും ഒരു ചോദ്യമാണ്. എന്തെങ്കിലും നമുക്ക് ഇപ്പം പരിഹരിക്കാം. ഇല്ല, ആരും മിണ്ടുന്നില്ല. എല്ലാവരും കണ്ണടയ്ക്കൂ. യെസ്, അങ്ങനെ ഞാൻ പറയുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കാവൂ. അതാണൊരു കണ്ടീഷൻ. അങ്ങനെ ഓരോ ബാഗും പരിശോധിച്ച് അവസാന ബാഗിൽ നിന്ന് അതാ വാച്ച് കണ്ടെടുക്കുന്നു. അങ്ങനെ വാച്ചെടുത്ത് മാഷ് പോക്കറ്റിലിടുന്നു. എല്ലാവരോടും കണ്ണു തുറക്കാൻ പറയുന്നു. ആർക്കും ഒരു പിടിയുമില്ല. ഇതെന്താണ് സംഭവം? അപ്പം തന്നെ നിന്റെ വാച്ച് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. ആ വാച്ച് 22 വർഷങ്ങൾക്ക് ശേഷം പാടവരമ്പിലൂടെ നടക്കുമ്പോൾ മുമ്പിലതാ ഒരു ശിഷ്യൻ വന്ന് നിൽക്കുന്നു. കെട്ടിപ്പിടിച്ചിട്ട് മാഷ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ 5B-യിലെ ബാലഗോപാലനാണ് സാറേ, എന്നെ ഓർക്കുന്നില്ലേ, വാച്ച് കള്ളൻ. ഇതുപോലെ എത്ര കള്ളന്മാരെ കണ്ടു മാഷ്. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല സാർ. പക്ഷേ അതാണ്. പക്ഷേ അവൻ പറഞ്ഞൊരു വാക്ക് എന്താണ്? സൂക്ഷ്മതയില്ലാത്തവൻ്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകും. അത് അവൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് തറച്ചുപോയത്. അവനെ അത് വല്ലാത്ത ട്രാൻസ്ഫോം ചെയ്തു, മാറ്റിയെടുത്തു. അന്ന് മുതൽ ഞാൻ മാറി. മാപ്പ് മാസ്റ്ററെ, മാപ്പ്. ഞാൻ ഇന്നൊരു കമ്പനിയിലെ വലിയൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതാ സാർ എന്നെ ശാസിച്ചില്ലല്ലോ, അന്ന് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ മാസ്റ്റർ പറയുന്ന ആ മറുപടി അതിഗംഭീരമാണ്. കുട്ടാ, ഇതൊക്കെ സാറിൻ്റെ വക ചേർക്കുന്നതാണ് എനിക്കറിയാം. എങ്കിലും കുട്ടാ, നിങ്ങളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കണ്ണടച്ചു കുട്ടാ. അത് ആരുടെ ബാഗാണെന്നേ എനിക്കറിയില്ല. ഞാനും കണ്ണടച്ചു. ഒരു ബാഗിൽ നിന്ന് അത് കിട്ടി. എല്ലാവർക്കും ബാഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, വാച്ച് എടുത്തു, കൊടുത്തു. അത് നിൻ്റെതാണെന്ന് ഞാനും അറിയില്ല. അതുകൊണ്ടാണ് ശാസിക്കാത്തത്. നോക്കൂ, എന്താണ് ആ ഗുരുക്കന്മാരുടെ ആ ഒരു ഇത് കണ്ടോ? ഒരു കുട്ടിയെ പ്രത്യേകിച്ച് ഒരു കള്ളനാക്കുന്നതിന് പകരം ഇത് നമ്മൾ ധാരാളം എന്താ പറയുക, പള്ളിയിൽ അച്ഛൻ മറ്റേ ഇത് എടുത്ത് സ്വർണത്തിൻ്റെ ഈ
എന്താ നമ്മളെ മെഴുകുതിരി വെക്കുന്ന സ്റ്റാൻഡ് എടുത്ത് കൊണ്ടുപോയിട്ട് ജീനെ രക്ഷപ്പെടുത്തിയതുപോലെ ഉള്ളൊരു അവസ്ഥ. എന്തായാലും സർ, താങ്ക് യു വെരി മച്ച്. ഇന്ന് ഓടിച്ചാടി വന്നതിനൊരു ഫലം എനിക്കുണ്ടായി. ഉലകന്നൻ സാർ വീണ്ടും വരിക. ദെൻ എന്താ പറയുക, സാബു സാർ, താങ്ക് യു, ബിഗ് സല്യൂട്ട്. താങ്ക് യു സാർ, താങ്ക് യു. മോഹൻദാസ് സാർ. നമസ്കാരം സാറേ. ഉലകന്നൻ സാറിന് ഒരിക്കൽ കൂടി ഒരു അഭിനന്ദനങ്ങൾ. കാരണം ആദ്യത്തെ കഥയിലുള്ളത് വളരെ നന്നായിരുന്നത്. ടി.കെ. രാമകൃഷ്ണൻ പിന്നെ ആണ് ശരിക്കും മോഷ്ടിച്ചതെങ്കിലും വാസുവിന്റെ പേരിലാണത് എന്താ പറഞ്ഞാൽ ആ കുറ്റം ചുമത്തി പോകും. ഇതേപോലെ ഒരു കഥ തമിഴിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചരക്കുമായിട്ട് കാളവണ്ടിയിൽ കൊണ്ടുപോകുന്നു, വിൽക്കാൻ പോകുന്ന ഒരാള് വേറെ ഒരു ചത്രത്തിൽ വെച്ച് വേറെ ആളിനെ കൊന്നിട്ട് ആ കത്തി വന്നിട്ട് ഇയാളുടെ ചാക്കില് വെച്ചിട്ട് പോകുന്നതായിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ജയിലിലാകുന്നുണ്ട്. ജയിലിലെ കുടുംബം എല്ലാം ഉപേക്ഷിച്ച് ജയിലിൽ കഴിഞ്ഞ അവസാന നിമിഷങ്ങളിലാണ് മറ്റവൻ യഥാർത്ഥ കുറ്റവാളി അവിടെ വരുന്നത്. വേറെ കേസിലായിട്ട് അവർ തമ്മിൽ സംഭാഷണത്തിലാണ് അറിയുന്നത്. ശരിക്കുമുള്ള കുറ്റവാളി നിരപരാധി ആളും തമ്മിൽ കണ്ടുമുട്ടുന്ന സംഭാഷണത്തിൽ കൂടി. അപ്പൊ ആ കുറ്റവാളിക്ക് കുറ്റം തോന്നുന്ന ആൾ പറയും, ഞാൻ ചെന്ന് കുറ്റം ഏറ്റു പറയാം, നിങ്ങളെ ഞാൻ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കാനല്ല. നമ്മളത് വേണ്ട, നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ആ കുറ്റവാളി ചെന്ന് ജയിൽ അതിലൂടെ ചെന്ന് പറഞ്ഞു വരുമ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നുള്ള ഒരു ഇതാണ്. നിരപരാധിയായിട്ടുള്ള ഒരാളുടെ ആ മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കഥ. അയാളുടെ കുടുംബവും ഇതെല്ലാം അവസാനം അവരുടെ വീട്ടുകാരോട് ചോദിക്കുന്നു, നീ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴുള്ള ഒരു അതേപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഈ കഥയിൽ. അതേപോലെ പിന്നെ രണ്ടാമത്തെ കഥയില് ഇത് മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. അത് ബാഗിലല്ല, ഒരു കുട്ടികളുടെ പോക്കറ്റിലായിരുന്നു. അപ്പൊ കുട്ടികളെല്ലാവരെയും നിൽക്കാൻ പറഞ്ഞിട്ട് മാഷ് വന്നിട്ട് ഓരോരുത്തരുടെയും പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നു. അന്നേരം ഇത് തന്നെയാണ്. മാഷും കണ്ണടച്ചാണ് ഇരുന്നത്. ഇവരൊക്കെ കണ്ണടച്ചിരിക്കുമ്പോൾ മാഷും കണ്ണടച്ചിട്ടാണ് ഇതിന്റെ എല്ലാ പോക്കറ്റും നോക്കുന്നത്. അത് കാരണം ആരുടെ പോക്കറ്റാണെന്ന് മാഷിന് അറിയത്തില്ല. കുറെ കാലം കഴിയുമ്പോൾ ആ പയ്യൻ ഇതുപോലൊരു സ്ഥാനത്ത് നിന്നിട്ട് ഇവിടെ തന്നെ നമ്മുടെ ഈ സാബു സാറിന്റെ ഈ വേദിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. 2-3 ആഴ്ച മുമ്പ് 2 സാധനമായിട്ടുള്ളതാണ്. ആ കുറ്റവും എന്ന് പറഞ്ഞ പോലെ വിഷവും ആ സന്ദർഭങ്ങളിൽ വന്ന് പിഴയ്ക്കുന്ന പിഴവുകളാണത്. സാഹചര്യങ്ങളൊരു നിരപരാധി എത്രത്തോളം വേദനിപ്പിക്കുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ കഥ. വളരെ നന്നായിട്ട് സാറ് പ്രസന്റ് ചെയ്തു. കുറെ സൈക്കോളജിക്കൽ ഇതുണ്ട്. നല്ലൊരു ഗുണപാഠമാണ്. നന്ദി. ഓക്കെ, താങ്ക് യു സാർ. റോയ് സാർ. ഉലകന്നൻ സാറിന്റെ 2 കഥകളും ബാല്യകാലത്ത് കുട്ടികൾക്ക് സംഭവിക്കാവുന്ന ചില വിഷയങ്ങളും അത് ഡീൽ ചെയ്യുന്ന അധ്യാപകന്മാരുടെ ചില കാര്യങ്ങളും വളരെ ഭംഗിയായി ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് വേണ്ടത്. ആദ്യത്തെ കഥയിൽ തോമസ് മാസ്റ്ററും രാമകൃഷ്ണനും ശിഷ്യൻ രാമകൃഷ്ണനും വാസുവാണുള്ളത്. പക്ഷേ വാസു കുറ്റം ചെയ്ത് രാമകൃഷ്ണൻ കുറ്റം ചെയ്ത് വാസുവിന്റെ ചാരി അത് സാറ് ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ രാമകൃഷ്ണൻ അനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കാൻ കഴിയും. കാരണം എൻ്റെ തെറ്റുകൊണ്ട് മറ്റൊരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടല്ലോ, അതും വളരെ ഗൗരവമായി ശിക്ഷിക്കപ്പെട്ടല്ലോ എന്ന മനോവേദനയോട് കൂടിയാണ് രാമകൃഷ്ണൻ കഴിഞ്ഞുകൂടിയത്. അത് പരിഹരിക്കാനൊരു മാർഗം എന്ന നിലയിലാണ് രാമകൃഷ്ണൻ ഒരു കത്തും ഈ പറയുന്ന 2 ലക്ഷം രൂപയും ആ അധ്യാപകൻ അയച്ചു കൊടുത്തു. പക്ഷേ അതുകൊണ്ട് രാമകൃഷ്ണൻ ആശ്വാസം കണ്ടെങ്കിലും അധ്യാപകൻ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും. കാരണം ആ നിരപരാധിയെ ശിക്ഷിച്ചത് ഈ അധ്യാപകനാണ്. അപ്പൊ അധ്യാപകൻ ഏറ്റ ആ മുറിവ് ഉണങ്ങാത്ത രീതിയിലായി പോയി.
അത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിൽ വളരെയധികം തീരാത്ത ബുദ്ധിമുട്ട് ഈ അധ്യാപകന് ഉണ്ടായി കാണും. അപ്പോൾ ഈ വക കുട്ടികളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അധ്യാപകന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് സാറ് ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കഥ ഈ പറഞ്ഞ ശേഖരൻ മാഷും ബാലഗോപാലനുമാണ് അതിനകത്തെ കഥാപാത്രം. അപ്പൊ ഇതും മോഷണം തന്നെ, പക്ഷേ സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സൂക്ഷിക്കാത്തതുകൊണ്ട് ആ സാധനം മോഷണം പോയത്. പിന്നെ മറ്റൊരാളുടെ സാധനം മോഷ്ടിക്കുന്നത് വളരെ നാണം കെട്ട പരിപാടിയാണ് എന്നും സ്ഥാപിച്ചെടുക്കുന്ന ആ ഒരു കഥയാണ് ഇതിനകത്ത് കണ്ടത്. പക്ഷേ ഈ പറയുന്ന ബാലഗോപാലനും ബാലഗോപാലൻ 22 വർഷങ്ങൾക്ക് ശേഷം ആ അധ്യാപകനെ അനുമോദിക്കാൻ ഒരവസരം കിട്ടുകയും, കാരണം അദ്ദേഹത്തിൻ്റെ ആ ബിഹേവിയർ കൊണ്ട് ഈ ബാലഗോപാലന്റെ അന്തസ് രക്ഷപ്പെടുത്താൻ സാധിക്കും. കാരണം ഒരു ശിക്ഷ ഒരു മോഷ്ടാവായി എന്ന രീതിയിൽ ചിത്രീകരിക്കാനും അതുപോലെ നാണം കെടാനുമുള്ള ഒരു അവസരം ഈ അധ്യാപകൻ ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്ലസ് പോയിന്റ്. പക്ഷെ ഒരിക്കലും അതിൻ്റെ ഒരു ആ ചെയ്ത പ്രവൃത്തിയുടെ ഒരു കുറ്റബോധം ഈ പറയുന്ന ബാലഗോപാലിന് ഉണ്ടായി കയ്യിൽ. പക്ഷെ അത് നാണം കെടുത്താതെ അവന് അഭിമാനക്ഷതം ഉണ്ടാക്കാതെ സൂക്ഷിച്ച അധ്യാപകനോടുള്ള ബഹുമാനമാണ് ഇവിടെ കാണിച്ചത്. അപ്പോ 2 അധ്യാപകന്മാരെ ഇവിടെ അവതരിപ്പിച്ചു കുട്ടികളെ ഡീൽ ചെയ്ത. ആദ്യത്തെ അധ്യാപകനായ തോമസ് മാസ്റ്റർ, അദ്ദേഹമാണ് അവസാനം മാനസികമായി തകർന്നുപോയത്. എന്നാൽ രണ്ടാമത്തെ കഥയിലെ ശേഖരൻ മാസ്റ്റർ വളരെ അഭിമാനത്തോടു കൂടി കുട്ടികളെ ഡീൽ ചെയ്ത കാര്യത്തിലും അവൻ്റെ ആ സമീപനവും വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഏതായാലും കുട്ടികൾക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ അതിനെ പാർവതീകരിച്ച് അവരുടെയും മറ്റുള്ളവർക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവരുടെ ഭാവിയൊക്കെ ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് ഈ കഥ വളരെയധികം ഉപകരിച്ചു. അത് തന്നെയല്ല, ഈ കഥ വായിക്കുന്നവർക്ക് തന്നെ അതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് റിക്കളക്ട് ചെയ്യാനും ഉള്ള ഒരവസരം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ വേദനാജനകമാണ്. ഈ ശിക്ഷ അല്ലാതെ കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ഒരു വിഷമത എന്ന് നമുക്കത് തിരിച്ചറിയേണ്ടതാണ്. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ്. നിരപരാധിയായ ഒരു കുട്ടിയെ അധ്യാപകൻ ആണ് കണ്ടുപിടിച്ചത്. അങ്ങനെ PTA അസോസിയേഷൻ അവൻ്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു സന്ദർഭം ഉണ്ടായി, നിരപരാധിയായ ഒരു കുട്ടി. പക്ഷേ അത് നേരെയാക്കി എടുക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. വേറൊന്നുമല്ല, ക്ലാസ്സിൽ വെച്ച് ലിക്കർ കഴിച്ചു പിള്ളേരെല്ലാം കൂടി. അപ്പൊ അതിനുള്ള സാമ്പത്തിക സോഴ്സ് എവിടാണ് എന്ന് അധ്യാപകൻ അന്വേഷിച്ചു. അപ്പൊ ശരിയായ സാമ്പത്തിക സോഴ്സ് ഒരു ബാങ്ക് മാനേജറുടെ മകനായിരുന്നു. അവൻ അത് ഡിനേ ചെയ്തു. അവൻ്റെ അച്ഛനും ഡിനേ ചെയ്തു ഒരിക്കലും. കാരണം മക്കളെ രക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണല്ലോ. നിരപരാധിയായ വേറൊരു പയ്യൻ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളേണ്ടി വന്നു. അങ്ങനെ അവനെയാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അവനെക്കുറിച്ച് അവൻ്റെ അപ്പനും അമ്മയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവ് മുഴുവൻ അവൻ്റെ ഇതായിരിക്കും. അപ്പൊ അങ്ങനെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച അവൻ എൻ്റെ അടുക്ക് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വേറൊന്നുമല്ല, അപ്പോൾ ബാങ്ക് മാനേജറുടെ പോക്കറ്റിൽ നിന്നും അവൻ്റെ മകൻ എടുത്തുകൊണ്ട് വന്ന കാശ് ഈ കമ്പനി കൂടിയ വണ്ടി കൊടുത്തു.
അപ്പൊ ഈ ലിക്കർ മേടിക്കാനുള്ള ഇത് പരിചയമില്ല. അപ്പൊ അതുകൊണ്ട് മണൽ വാരുന്ന ഒരുത്തനെ സമീപിച്ച് അവന്റെ കയ്യിൽ കൊണ്ടേ കാശ് കൊടുത്ത് കൊണ്ടേ കൊടുത്തത് 2000 രൂപയാണ്. പക്ഷേ എത്രയാണോ 800 രൂപയുടെ ആണ്ട് മദ്യം മേടിച്ചുകൊണ്ട് കൊടുത്തു. അങ്ങനെയാണ് ഇവർ കഴിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ പിടി വീണത് ഈ കാശ് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞ് മണൽ വാരണവൻ്റെ കൊടുത്ത് സാധനം മേടിച്ചുകൊണ്ട് വന്നവനാണ് കാശ് കൊണ്ടുവന്നതെന്നുള്ള രീതിയിലാണ് ശിക്ഷ വന്നത്. ഏതായാലും അവനത് വളരെ നിരപരാധിയാണെന്ന് തോന്നുകയും അവൻ നേരിട്ട് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പോവുകയാണ്, ഞാൻ നിരപരാധിയാണ് പിന്നെന്ന് പറയാൻ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ ഉള്ള ശരിയായ പയ്യൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ മുന്നോട്ട് പോയി കഥയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ ചെറിയ മനസ്സുകളുണ്ട്. അതിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും അധ്യാപകന്മാർ. അതല്ലെങ്കിൽ ആ കുട്ടികൾക്കും ആ സാഹചര്യങ്ങൾക്കും വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ ഭംഗിയായി വരച്ചു കാണിച്ച 2 കഥകളാണ് ഇവിടെ സാർ അവതരിപ്പിച്ചത്. ഓക്കെ, അതാണ് സാറിന് വളരെയധികം അനുമോദനം. ശ്രീകുമാരി മാം. താങ്ക് യു സർ. വ്യത്യസ്തങ്ങളായ 2 കഥാപാത്രങ്ങൾ, 2 രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള അധ്യാപകരുടെ കഥയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വളരെ ഗുണപാഠകരം. അതെങ്ങനെ വ്യക്തികളെ ബാധിക്കുന്നു, സ്റ്റുഡൻസിനെ എങ്ങനെ ബാധിക്കുന്നു, സ്റ്റുഡൻസിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ കഥയിലാണെങ്കിൽ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത അയാൾ ആവർത്തിച്ച് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അധ്യാപകൻ അത് ചെവിക്കൊള്ളുന്നില്ല. ഒരു ശിഷ്യനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷെ അത് നിരപരാധി ആയതുകൊണ്ട് അത് അവന് സഹിക്കാൻ സാധിക്കാതെ അവന്റെ ജീവിതം തന്നെ വഴിമുട്ടി എല്ലാം നഷ്ടപ്പെട്ടവനായി തീരുന്ന കഥയാണ്. അവസാനം കുറ്റവാളി തിരിച്ചെത്തുകയും 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്ത് പ്രശ്നപരിഹാരം, ചെയ്ത കുറ്റത്തിന് പരിഹാരമായി വരുന്നു. എന്നാലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്ര പണം കൊടുത്താൽ തീരാത്തതാണ് അഭിമാനം. അങ്ങനെ അവസാനം ഒരു ട്രാജഡി ആയ ജീവിതം നശിച്ച് വെറും അസ്ഥിയും മാത്രമായ ഒരു കോലമായി കിടക്കുന്ന രാമകൃഷ്ണനാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. അവസാനം അധ്യാപകനും കുറ്റബോധം ഉണ്ടാകുന്നു. രണ്ടാമത്തതാണെങ്കിൽ കുറ്റം ചെയ്തിട്ടും ആ അധ്യാപകൻ അത് പുറത്തു പറയാതെ അവന്റെ അഭിമാനം കാത്തു രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സൂക്ഷ്മം ഇല്ലാത്ത അവന്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകുമെന്നുള്ള ഒരു വാക്ക് അവനെ ബോധോദയം ഉണ്ടാക്കുകയും അവൻ വർഷങ്ങൾക്ക് ശേഷം നല്ലവനായി വലിയൊരു ഉദ്യോഗസ്ഥനായി അധ്യാപകനെ കാണാൻ എത്തുന്നു. ഞാൻ വേറൊരിടത്ത് വായിച്ചപ്പോൾ ധാരാളം സമ്മാനങ്ങളുമായി വരുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അധ്യാപകനെ കാണാനായിട്ട് ധാരാളം സമ്മാനങ്ങളുമായി പോകുന്നു. ഇവിടെ പോകുന്നു, രാവിലെ വന്നിട്ട് പറയാമെന്ന് വീട്ടിൽ ഭാര്യയോട് പറഞ്ഞിട്ട് പോകുന്നതായിട്ട്. അങ്ങനെ അതിൽ അയാൾക്ക് ബോധം ഉണ്ടാവുകയും അയാൾ നല്ല രീതിയിൽ അയാളുടെ ജീവിതം തന്നെ വലിയൊരു നിലയിൽ എത്തിച്ചേരാനും അത് സാധിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ല. അങ്ങനെ അധ്യാപകർ ചെയ്യുന്നത് കൊണ്ടുണ്ട ഗുണം, ആ അധ്യാപകന്റെ മഹാമനസ്കത. മറ്റേത് നന്മയാണെങ്കിലും അത് തിന്മയായിട്ടാണ് പരിണമിച്ചത്. അങ്ങനെയുള്ള 2 ചുറ്റുപാടിലുള്ള അധ്യാപകരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ നല്ല കഥ. ഇന്ന് വരാതിരുന്നാൽ ഇന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഓക്കെ മാം, താങ്ക് യു. ശുദ്ധോദരൻ ഡോക്ടർ. ഈ കഥയെ പറ്റി വലിയ ചർച്ച ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ ഇത് ആസ്വദിച്ച് അങ്ങനെ ഇതാണ് ഈ കഥകൾ കേട്ടിട്ടുള്ളതുമാണ്. പക്ഷെ ഉലയനാൻ സാറിന്റെ അവതരണമാണ് ഇതിൽ നമ്മളെയൊക്കെ സ്പർശിക്കുന്ന രീതിയിൽ
വന്നത്. നേരത്തെ പറഞ്ഞ വിക്ടർ ഹ്യൂഗോന്റെ കഥ ഉണ്ടല്ലോ, ഇത് ബിഷപ്പ് ആൻഡ് കാൻഡിൽ സ്റ്റിക്കും മറ്റേ ടോൾസ്റ്റോയുടെ കഥയൊക്കെ ചേർത്ത് വരുന്ന ഇതേ മാതൃകയിൽ കുറെ കഥകളൊക്കെ. പക്ഷെ പണ്ടത്തെ അധ്യാപകരുടെ ആ ഒരു മഹിമയൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ അധ്യാപകനാണെന്നുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷൻ ഈ കുട്ടിയെ തള്ളിയിട്ടേന് അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഉള്ളിലിടുമായിരുന്നു. ഇപ്പൊ ചെറിയ നുള്ളു കൊടുത്ത അധ്യാപികമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ വന്ന വലിയൊരു ഒരു ഇതും. പക്ഷെ അന്നത്തെ അധ്യാപകരൊക്കെ എല്ലാവരും ഇത്രയും നല്ലവരൊന്നും ആയിരുന്നില്ല എന്നുള്ളത്. ഭയങ്കര സാഡിസ്റ്റുകളായ അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെ മർദ്ദിക്കുന്നതിലൊക്കെ വലിയ ആഹ്ലാദം കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കുഞ്ഞു മനസ്സുകളെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ കുട്ടികളൊക്കെ എത്ര നിസ്സഹായരായിട്ട് ഈ അധ്യാപകരുടെ തീർപ്പുകൾക്ക് മുന്നിൽ വിനീത വിധേയരായിട്ട് ജീവിതം സമർപ്പിച്ച് അങ്ങനെ നിൽക്കുന്നതും ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കും. വല്ലാത്തൊരു സങ്കടം എനിക്ക് തോന്നി. ഒരു കഥ ആസ്വദിക്കുന്നതിനേക്കാളേറെ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അവതരണ ശൈലിയായിരുന്നു. കേട്ട കഥയാണെങ്കിലും ഇതിലെ ഗുണപാഠങ്ങൾ അറിയാമെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് നമ്മളെ സ്പർശിക്കുന്ന രണ്ട് കഥകളാണ്. ഉലയണ്ണൻ സാർ അത് ഗംഭീരമായിട്ട് അത് പ്രസന്റ് ചെയ്യുകയുണ്ടായി. നമ്മുടെ വീട്ടിലെ തന്നെ കുഞ്ഞു മക്കള് അവര് ഈ പണ്ടൊക്കെ എത്ര അടിയാണ് കെട്ടിയിട്ടുള്ളത്. അച്ഛനും അമ്മയൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ അടിച്ചങ്ങ് ശരിയാക്കുമായിരുന്നു. മക്കളെയൊക്കെ തല്ലി വളർത്തിയാൽ നന്നാവും. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണമെന്നായിരുന്നു പണ്ട്. ഈ ചെറിയ തെറ്റുകൾക്കൊക്കെ ഗംഭീരമായ അടി കിട്ടിയൊക്കെ വളർന്ന ആളാ ഞാൻ. അതുകൊണ്ട് നന്നായി. പക്ഷെ അന്നൊക്കെ എത്ര അടിയാണ് ചെറിയ തെറ്റുകൾക്ക്. ചെറിയ സ്കൂളിൽ ഒരു ചെറിയ വികൃതി കാണിച്ചൊരു അടി കിട്ടിയ വിവരം വീട്ടിൽ നമ്മൾ എത്തുന്നതിന് മുന്നേ വീട്ടിലറിയും. അപ്പോൾ വീട്ടിന്റെ വാതിക്കൽ അമ്മ കാത്തു നിൽക്കും നല്ല പുളിവാറലും കൊണ്ട്. അവിടുന്ന് 4 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാണ് വീട്ടിൽ കയറുന്നത്. അന്ന് നമുക്ക് തോന്നിയിരുന്നു എന്തിനാണ് ഇത്രയും ഭയങ്കരമായിട്ട് നമ്മളെ അടിക്കുകയോ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിയിരുന്നു. പക്ഷെ ആന്തരികമായിട്ട് നമ്മളൊരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ നോ എന്നൊരു ചിന്ത ഉള്ളിൽ ഉണരുന്നതിനും അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവാനൊക്കെ അത് സഹായിച്ചിരുന്നു. എന്തായാലും പണ്ടത്തെ അധ്യാപകർ, പണ്ടത്തെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതം, പണ്ടത്തെ ഈ നാട്ടിൻപുറത്തെ വയൽവരമ്പിലൂടെ നടക്കുന്ന അധ്യാപകർ, കുടയും ചൂടി നടക്കുന്ന അധ്യാപകർ, പിന്നെ വയൽക്കരയിൽ നിൽക്കുന്ന സ്കൂള്, അങ്ങനെ കുറെ പിക്ചേഴ്സ്, ഇമേജസ് നമ്മുടെ ഈ കഥയിൽ കിട്ടി. വളരെ നല്ല കഥകൾ. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കഥകളൊക്കെ കേൾക്കണം. കാരണം നമ്മുടെയൊക്കെ ഈ മനസ്സിനെ റിഫൈൻ ചെയ്തെടുക്കാനും ഒക്കെ അത്യാവശ്യമാണ്. അപ്പൊ ഇപ്പോഴത്തെ അധ്യാപകരൊക്കെ ഈ കഥ അവർക്ക് മനസ്സിലാവുമോ എന്ന് പോലും സംശയമാണ്. കാരണം ഇപ്പോഴത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഫെലിസിറ്റേറ്റേഴ്സ് ആണ്. പിള്ളേരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് അപ്പുറം സ്വഭാവത്തെ ഒന്നും സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ അധ്യാപകർ അങ്ങനെയൊക്കെയായി മാറിപ്പോയി. ടൂർ പോകുമ്പോഴൊക്കെ കുട്ടികളെക്കാൾ ഏറെ അർമാദിക്കുകയും ബസ്സിൽ കടന്ന് ചാടിത്തുള്ളുകയൊക്കെ ചെയ്യുന്ന അധ്യാപികമാരും, അതേപോലെ തന്നെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ ശിഷ്യരെ കൂട്ടുപിടിക്കുന്ന അധ്യാപകരെയൊക്കെ നമ്മൾ കാണുന്നൊരു കാലത്ത് ഭാവിയിൽ ഈ മകൻ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൻ എൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്ന അധ്യാപകനും ഒക്കെ കണ്ണു നിറച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഇത് വളരെ നല്ലൊരു സായാഹ്നം. ഉലയണ്ണൻ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഈ മനോഹര അവതരണത്തിന്. താങ്ക് യു സർ. ഐ കൺക്ലൂഡ്. ഈ ഡോക്ടർ സാറ് പറഞ്ഞതേ ഈ വളരെ അക്ഷരം ഞാൻ ഈ പറഞ്ഞ കൃഷ്ണമാഷുണ്ടല്ലോ, ട്രൗസർ പൊന്തിച്ചിട്ട് അടിക്കുക ചൂരലുകൊണ്ട്, എന്നിട്ട് അമ്മയാ കുളിപ്പിക്കുക നമ്മളെ. 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിക്കുക അമ്മ കുളിപ്പിക്കുമ്പോൾ ഈ ചന്തിയിൽ അങ്ങനെ മുറിവും വേദനയും. ഇതെന്താ പറ്റിയത്? അത് ഇന്നലെ അടി കിട്ടിയതാ കണക്ക് മാഷെടുത്തുനിന്ന്, കൃഷ്ണ മാഷെടുത്തുനിന്ന്. ഓഹോ, അപ്പൊ കളിക്കാൻ പോവാ അല്ലേ? അപ്പൊ അടുത്ത ചന്തിയും കൂടി അടിച്ചു പൊളിക്കാൻ ഞാൻ പറയുന്നുണ്ട്. ഇതാണ് അമ്മ പറയാ. ആ കാലം ഇന്നോ? സാറ് പറഞ്ഞ വളരെ കറക്റ്റാ. താങ്ക് യു സർ. മനോജ് സർ. ഉലഹന്നാൻ സാർ, സാറ് കഥ പറഞ്ഞ രീതിയാണ് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനിപ്പം ഇത്രയും പേര് കഥയുടെ ഒരു അവലോകനം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. എല്ലാവർക്കും കുറച്ചുകൂടെ ക്ലിയറായി ഇത്രയും പേര് പറഞ്ഞപ്പോൾ. നമ്മുടെ ജ്യോതികുമാർ സാറ് തുടങ്ങി എല്ലാവരും പറഞ്ഞ അതിൻ്റെ അവലോകനം വളരെ കേട്ട് കഴിഞ്ഞപ്പോഴേ രണ്ട് കഥയും ഈ പറഞ്ഞ പോലെ സാറ് നേരത്തെ സൂചിപ്പിച്ച് രണ്ട് കഥയ്ക്ക് ഒരു സാമ്യം ഉണ്ടെങ്കിലും പക്ഷെ അത് രണ്ട് ആംഗിളിൽ നിന്ന് അത് സാറത് പറഞ്ഞതാണ് എന്നെ കൂടുതൽ എനിക്കത് ഇഷ്ടമായത്. ഞാൻ നോക്കിയിട്ട് സാറ് ബുക്ക് നോക്കാതെ പോലുമാണ് സാറിൻ്റെ ഒരു ഭാഷ്യത്തില് വരികളൊക്കെ നല്ല അത്ര ഹൃദയസ്ഥമായിട്ട് കഥ പറയുന്നവര് നമ്മൾ കേൾക്കാറില്ല ശരിക്കും. വെറുതെ ഇങ്ങനെ ബുക്ക് നോക്കി
വായിച്ച് പോകുന്നതാണല്ലോ കഥ പറച്ചിൽ. പക്ഷെ സാറ് തന്നെ കുറെ കളറുണ്ട്. ഒരു നാടകം കണ്ട പ്രതീതി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ. ഇതിന്റെ കഥാപാത്രങ്ങളെയൊക്കെ ഇപ്പം നമ്മുടെ ഡോക്ടർ സാറൊക്കെ പറഞ്ഞ മാതിരി ഇപ്പൊ ഈ പല ഈ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കുട്ടികളും നമ്മളും ഒക്കെ ആയിട്ടുള്ളൊരു പുറകോട്ടുള്ള ഒരു പോക്ക് നമുക്ക് സ്കൂൾ കാലം ഓർമ്മിക്കാൻ പറ്റി. അന്നത്തെ അധ്യാപകരെ മോഡലായിട്ടുള്ള അധ്യാപകരുണ്ടായിരുന്നു. നമുക്കൊക്കെ റോൾ മോഡൽസ് ആയിരുന്നു അന്നത്തെ അധ്യാപകർ. അപ്പൊ അത് സാറ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ആ കഥ പറയുന്ന രീതി കേൾക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു മുഷ്ടില്ലാതെ പറയുകയും സാറിന് ശരിക്കും ഒരു എന്താ ഒരു വിഷ്വലൈസേഷന്റെ സാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇപ്പൊ എനിക്കതൊരു സിനിമ കണ്ട മാതിരി തോന്നി. അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥയുടെ ഒരു ത്രെഡ് ഉണ്ട്. ഈ രണ്ട് കഥയും കൂടെ കൂട്ടിച്ചേർത്താൽ ഇത് സിനിമാക്കാരുടെ അടുത്തെങ്ങാണൊക്കെ ഇപ്പൊ ഡോക്ടർ സുബോധൻ സാറ് പറഞ്ഞ മാതിരി ഈ കഥകൾ ഇങ്ങനെ പല രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ രണ്ട് കഥകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വേറിട്ട രണ്ട് ഇതാണല്ലോ, അനുഭവങ്ങളാണല്ലോ. ഒന്ന് ആദ്യത്തെ കഥയ്ക്കുള്ളതും രണ്ടാമത്തെ കഥയിലാണ് എന്താണ് സൂക്ഷ്മം ഇല്ലാത്തവന്റെ മുന്നിൽ നാണം കെട്ടവൻ കൊണ്ടുപോകുക എന്നുള്ളൊരു വേറൊരു വലിയ മെസ്സേജും കൂടെ അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ആ അധ്യാപകന്റെ ഒരു എന്താണ് കുറ്റം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വൈഭവം, അത് പോലീസുകാർക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഒരു പുതിയ രീതിയിലുള്ള കുറ്റം കണ്ടെത്തലും. ആദ്യത്തെ കഥയിലെ ഈ പറഞ്ഞ പോലെ വേറൊരു രീതിയിലാണല്ലോ അതിന്റെ പോക്ക്. അപ്പം ഉലകന്നാൻ സാർ ഇന്ന് നമ്മുടെയൊക്കെ സായാഹ്നത്തെ വളരെ മനോഹരമാക്കിയെന്ന് വേണം പറയാൻ. ഒരു എന്താണ് മാറ്റിനി ആണല്ലോ ഇത്. നമ്മുടെ മാറ്റിനി വെബിനാർ ആണെങ്കിൽ ഒരു 2 സിനിമ കണ്ട മാതിരി മാറ്റിനിയും ഫഷോയും അതിന്റെ സമയമാണല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കഥകൾ കേൾക്കുന്നതും അതിൻ്റെ ഒരു കുറച്ചു നേരത്തേക്ക് ഒരു ആസ്വാദനത്തിലൊക്കെ പോകുന്നത് നമ്മളുടെ ഈ തിരക്കിട്ട ജീവിതത്തിലും അത് ഒരു 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 വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു സുഖം തോന്നുന്നുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ഇങ്ങനെ ഒരു സായാഹ്നം സുഖം അക്കേന് ഉലകന്നൻ സാറിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനി ഇതുപോലുള്ള കഥകൾ വരട്ടെ. നമുക്കൊരു സിനിമാക്കാരെ കൊണ്ടും കാണാം സാറിന്റെ അടുത്ത് പോവാം. അപ്പൊ നമുക്ക് പുതിയ കഥകളും ഒക്കെ കഥ പറച്ചിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ സാർ, ഓൾ ദ ബെസ്റ്റ്. ഈ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളില്ലാത്ത വ്യക്തികളില്ല അല്ല. ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ രണ്ട് തരത്തിലുള്ള അനുഭവത്തിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. സ്നേഹലത മാം ഒന്ന് പറഞ്ഞു പെട്ടെന്ന്. സാർ, ഈ 2 കഥയും വളരെ നന്നായിരുന്നു. അധ്യാപകൻ തന്റെ കുട്ടികളെ പോലെ, കേൾക്കാമോ സാർ? യെസ് യെസ്. തന്റെ മക്കളെ പോലെ തന്നെ കുട്ടികളെ കരുതുന്നു. അവര് രണ്ടാമത്തെ ആളാണ് വിദഗ്ധമായി ആ കുട്ടികളോട് ആ കാര്യം ആരാണ് തെറ്റ് ചെയ്തതെന്ന് പോലും അറിയാതെ ആ തെറ്റിനെ മാത്രം ശരിയാക്കി കൊടുക്കുന്നു. അതിലൂടെ ആ കുട്ടി, സാറ് പറഞ്ഞ വാചകത്തിലൂടെ ആ കുട്ടിക്ക് ചേഞ്ച് വരുന്നു. ഞാനിപ്പോ ഞങ്ങളുടെ സമയത്തുള്ള കൊല്ലത്തെ ഒരു അനുഭവം, ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പല് ഇങ്ങനെ കുട്ടികൾ മദ്യപിച്ചതിന് അത് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തതിന് ആ കുട്ടികളുടെ പേരൻസ് ടീച്ചറിനെ അങ്ങ് ഹരാസ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത് അവസാനം ഞങ്ങൾക്ക് ആ പ്രിൻസിപ്പല് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ടീച്ചർ സൂയിസൈഡ് ചെയ്തു. അതാണ് ഇന്നത്തെ സ്ഥിതി. പണ്ടത്തെ അധ്യാപകരുടെ സ്ഥിതി ഒന്നും അല്ല ഇപ്പോഴുള്ളവർ അനുഭവിക്കുന്നത്. ഇപ്പോഴുള്ളവർക്കും കുട്ടികൾ നന്നാവണമെന്ന് തന്നെ ഉണ്ട്. പിന്നെ കുറെ പേര് ടൂറിന് പോകുമ്പോൾ അവരും കുപ്പിയൊക്കെ ആയിട്ടാ പോകുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ കുട്ടികളെ നല്ലതാക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. അവർക്ക് കിട്ടുന്ന അനുഭവം ഇങ്ങനെയാണ്. ടീച്ചർ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ കൊല്ലത്ത്. താങ്ക് യു സർ, അതെല്ലാം ഓർക്കാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു മാം. ജോർജ് സാർ. താങ്ക് യു സാർ. ഉലകന്നൻ സാറ് എല്ലാവരും വിശേഷിപ്പിച്ചതുപോലെ പറയാതെ വയ്യ. സാറിന്റെ അവതരണ രീതി, അത്യാവശ്യം വേണ്ട രുചിക്കൂട്ടികളൊക്കെ സാറും കൂട്ടിച്ചേർത്തതുകൊണ്ട് രുചി ഒക്കെ നല്ല ഭംഗിയായി. 2 കഥയിലെയും സമാനതകൾ നോക്കിയാൽ അധ്യാപകരും വിദ്യാർത്ഥികളും ആണ് കഥാപാത്രങ്ങൾ. വലിയ മൂല്യബോധമുള്ള തലമുറകളുടെ ആ ഒരു കാലഘട്ടത്തെ സവിശേഷതകൾ അതിനകത്ത് പറയുന്നുണ്ട്. 2 അധ്യാപകരും അവരുടെ ആത്മാർത്ഥം കൊണ്ട്, ആദ്യത്തെ അധ്യാപകൻ പറയുന്നില്ലേ, കളവും നടത്തി പിന്നെ നുണയും പറഞ്ഞു എന്ന് പറഞ്ഞാണ് അയക്ക് സഹിക്കുന്നില്ലേ, നീ എൻ്റെ സ്വന്തമാ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ച്. ആ ചിന്ത വളരെ നല്ലതായിരുന്നു. പക്ഷെ സത്യം അറിയാതെയാ അധ്യാപകൻ ശിക്ഷിച്ചത്. ഇന്നത്തെ സമൂഹത്തിൽ എന്തുമാത്രം നടക്കുന്നത്. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ
ചിലർ ആത്മാർത്ഥത കൊണ്ടാവാം, ചിലർ കൈക്കൂലി കൊണ്ടാവാം. പക്ഷേ നിരപരാധികൾ ധാരാളം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ തകർന്നു പോയ വാസുവിനെ കാണുമ്പോൾ അവസാനം ആ മാഷയുടെ നെഞ്ചില് വാസു അനുഭവിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി വേദന അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ തിരുത്താനാവാത്ത അപരാധം ഇല്ലേ? തെറ്റ് ചെയ്ത നമ്മുടെ രാധാകൃഷ്ണനാണെങ്കിൽ അന്ന് മുതലേ നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ 3 പേരും ഒരുപോലെ വേദനിച്ചും വിഷമിച്ചും ജീവിതം തൊലച്ചു കളയുന്ന സ്ഥിതിവിശേഷം. വാസ്തവത്തിൽ അതാ അധ്യാപകൻ അല്പം കൂടെ ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ, കാര്യം നല്ല ഉദ്ദേശത്തോടെ ചെയ്തതെന്ന് പറഞ്ഞാലും അതിന് സത്യം അറിയാതെ ചെയ്തതുകൊണ്ട് അത് വലിയ അപരാധമായി പോയി. രണ്ടാമത്തെ കേസിൽ നമ്മുടെ കഥാപാത്രം ഇയാളെന്താ പേര്, വിദ്യാർത്ഥിയുടെ പേര് ബാലഗോപാലൻ സാർ. ബാലഗോപാലൻ പരിചയപ്പെടുത്തുന്നത് തന്നെ ഏറ്റവും പിൻബെഞ്ചിലിരുന്നയാള്, ഏറ്റവും ക്ലാസ്സിൽ ഏറ്റവും റഫ് ആൻഡ് ടഫ് സ്റ്റുഡന്റ്, ഏറ്റവും എല്ലാവരാലും തള്ളപ്പെട്ട് മൂലയിലിരിക്കുന്നവനാ. പക്ഷെ എന്താ മാന്യമായിട്ടാണ് അല്ലേ അധ്യാപകൻ കൈകാര്യം ചെയ്തത്. ശിക്ഷിച്ചുമില്ല, ശ്വാസിച്ചുമില്ല കള്ളനെ കിട്ടിയിട്ട്. അവിടെ ഉലഹന്നൻ സാർ കൂട്ടിച്ചേർത്തതാണോ എന്ന ബലമായ സംശയമുണ്ട്. ഈ അധ്യാപകൻ അയാളെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചതാണോ, അത് സത്യമായിരിക്കാം ഒരുപക്ഷെ, എന്താണെന്ന് അറിയില്ല. എന്തായാലും നന്നായി. അതുകൊണ്ട് കുറച്ചുകൂടെ ആ കഥയ്ക്ക് ആത്മാർത്ഥത കൂടുകയാണല്ലോ ചെയ്തേക്കുന്നത് കഥാപാത്രങ്ങൾ. അപ്പോൾ അതുവഴി ഒരു മനുഷ്യൻ നന്നായി, അവിടെ ആർക്കും നഷ്ടമുണ്ടായില്ല. എല്ലാ ജീവിതത്തിലും ഇല്ലേ, വാച്ച് നഷ്ടപ്പെട്ടവന്റെ വീട്ടിൽ സന്തോഷം, അവന്റെ മനസ്സിന് ആഹ്ലാദം, നല്ലൊരു മാഷ്, അധ്യാപകനും വലിയ തൃപ്തി, അവൻ നല്ലൊരു പ്രവൃത്തി ചെയ്തു. അതുവഴി മാനസാന്തരപ്പെട്ട ബാലഗോപാൽ, അവൻ സമൂഹത്തിൽ ഉയർന്ന വ്യക്തിയായി. അന്ന് മുതലേ അവൻ ഒരു റിജ്യൂവിനേഷന് വിധേയമായി എന്നുള്ളതാണ്. അവനങ്ങ് മാറിക്കഴിഞ്ഞു ആള്. അവന്റെ ഉള്ളിൽ അതുപോലെ തട്ടുന്ന ശിക്ഷിച്ചുമില്ല, ശാസിച്ചുമില്ല. എത്ര നന്ന് ഒത്തിരി ഗുണപാഠങ്ങൾ പറഞ്ഞതിനേക്കാൾ എത്രയോ ഒളിച്ചിരിക്കുന്ന 2 കഥകൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഒമന ടീച്ചർ ഉണ്ടോ? ഷമാം, ഷിലാമാം? യെസ്, താങ്ക് യു സർ. പറയൂ, ഒമന മാം പറയും. താങ്ക് യു സർ. 2 കഥ ഉലഹന്നാൻ സാർ തിരഞ്ഞെടുത്തത് 2 സ്കൂളിലേക്ക് പോയി. പക്ഷെ ഒരു മാഷ് തിലകനും ഒരു മാഷ് പ്രേം നസീറോ, നല്ല ഓപ്പോസിറ്റ് സ്വഭാവമുള്ള 2 പേരായിരുന്നു. അധ്യാപകർക്ക് ആത്മാർത്ഥതയ്ക്ക് കുറവൊന്നുമില്ല, പക്ഷെ അവരുടെ സ്റ്റൈൽ ഓഫ് ഡീലിംഗ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. കുട്ടികളെ എപ്പോഴും അധ്യാപകർ സ്വന്തം കുട്ടികളെ പോലെയാണ് കാണുന്നത് പണ്ട്. ഇപ്പം അത്രയ്ക്ക് അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ സ്നേഹലത മാം കൊല്ലത്ത് ഒരു പ്രിൻസിപ്പൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തത് നന്നായി എന്ന് ഞാനിങ്ങനെ ഓർത്തു. പിന്നെ സ്കൂളിൽ എപ്പോഴും ഇങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, കളവ് അത്ര കൂടുതൽ ഉണ്ടാകാറില്ല ഈ അടുത്ത കാലത്തൊന്നും. വളരെ പണ്ട് ആ കാലത്താണ് ഈ കളവ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. കളവ് ഇപ്പം അങ്ങനെ സ്കൂളിൽ അകത്ത് കളവ് ഉണ്ടാകാറില്ല. കളവ് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ട് വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നിച്ചുകൂടി വേണ്ടാത്ത ഈ വെള്ളവടി പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം പിള്ളേർക്കെല്ലാം കാശിന് ബുദ്ധിമുട്ടില്ല, പിള്ളേരുടെ എല്ലാം കയ്യിൽ കാശുണ്ട്. അപ്പം കളവ് ശരിക്കും, പിന്നെ നമ്മൾ ആ ഡീല് ചെയ്യുന്ന രീതി കൊണ്ട് മുന്നോട്ട് വരുന്ന ആ ഒരു വ്യത്യാസങ്ങൾ 2 കഥയിലും, അത് സാറാ 2 കഥ തിരഞ്ഞെടുത്തത്, ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കഥ തിരഞ്ഞെടുത്തത് ഒന്നിച്ച് പറയുകയും ചെയ്തത് ഒത്തിരി നന്നായി. സാറിൻ്റെ ആഖ്യാന രീതിയാണ് പിന്നെ ഭയങ്കരമായിട്ട് പറയാനുള്ളത്. സാറ് നോക്കാതെയാ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം എനിക്കൊരു കുശുമ്പൊക്കെ തോന്നി. പിന്നെ ഇങ്ങനെ നോക്കാതെ കഥ കറക്റ്റായിട്ട് പറയുന്ന കേട്ടത്. അപ്പം താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തില് 2 സ്കൂളുകളിലെ 5ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും
അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് ഒരു കഥയുടെ രൂപത്തിൽ ഉലഹന്നൻ സാർ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിലുള്ള കഥാപാത്രങ്ങൾ രവീന്ദ്രൻ മാഷ്, അതുപോലെ വാസു, ടി.കെ. രാമകൃഷ്ണൻ, നീലിമയുടെ 20 രൂപ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓരോ അനുഭവങ്ങളായിട്ട് സാറ് പറഞ്ഞു തരികയായിരുന്നു. ഒരു രൂപ എടുത്തത് ഞാനല്ല സാർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനായാലും ആരായാലും ഒരു കുട്ടിയുടെ വാക്കുകളിലെ സത്യം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അത് അവരുടെ വാക്കുകൾക്ക്, നമ്മുടെ വാക്കുകൾ കേൾക്കാൻ, നമ്മളെ കേൾക്കാൻ 2 കാതുകൾ ഉണ്ടാവണം. അത് അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. രൂപകൾ പണത്തിനോ അല്ലെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തത്തിനോ പോലും തിരിച്ചു കിട്ടാനാവാത്ത വിധം വാസുവിന്റെ ജീവിതം ഇവിടെ നമ്മുടെ കൺമുമ്പിൽ ഒരു വേദനയായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. വാസുവിന്റെ ഒരു നെറ്റിയിലുള്ള മുറിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയുണ്ടായി. സാറിന്റെ കണ്ണുകൾ എനിക്ക് ഇടയ്ക്ക് കണ്ണട ഊരി തുടയ്ക്കുന്നത് കാണുകയുണ്ടായി. അത്രമാത്രം ഹൃദയത്തിൽ നിന്നും സാർ ആ വാക്കുകൾ ഉപയോഗിക്കുകയുണ്ടായി. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഗുരു എന്ന് പറഞ്ഞാൽ ഗു എന്ന വാക്ക്, രു എന്ന വാക്ക് 2 സംസ്കൃതത്തിലെ അക്ഷരങ്ങളിൽ നിന്നാണ് ഗുരു എന്ന വാക്ക് ഉണ്ടായത്. ഗു എന്നാൽ അന്ധകാരത്തിന്റെ രൂപത്തിലുള്ള അജ്ഞാനത്തെയും, രു എന്നാൽ ജ്ഞാനരൂപിയായ പ്രകാശത്തെയും സൂചിപ്പിക്കുന്നവൻ. അപ്പൊ ഗുരു എന്നാൽ അന്ധകാരരൂപിയായ അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനരൂപിയായ പ്രകാശം പടർത്തുന്നവൻ എന്ന അർത്ഥം. ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരുവേ നമ. ഗുരു യഥാർത്ഥത്തില് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും പ്രതിനിധിയാണ്. അവൻ അറിവിനെ സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, അതോടൊപ്പം തന്നെ അജ്ഞതയുടെ കളകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 ഭാവങ്ങളും ഒരു അധ്യാപകനിൽ ഉണ്ടാവേണ്ട ഏറ്റവും മികച്ച ഗുണങ്ങളാണെന്ന് ഈ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഉലഹന്നൻ സാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. അതേസമയം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഒരിക്കൽ കൂടി ധന്യമാക്കിയതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. ഷീല മാം. എല്ലാവർക്കും നമസ്കാരം. ഉലഹന്നാൻ സാറിന്റെ കഥ ഒരു നിമിഷം ഒരു തേങ്ങലായി അനുഭവപ്പെട്ടു സാറേ. സാറ് കണ്ണു തുടയ്ക്കുമ്പോ അറിയാതെ ഞങ്ങൾ എല്ലാരും തന്നെ തേങ്ങുന്നുണ്ടായിരുന്നു. കഥയിലെ ഇതിവൃത്തം എന്ന് പറയുന്ന, അതിലെ തന്തു എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ എങ്കിൽ പോലും അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഒരു കഥ അവതാരകന്റെ കഴിവ്. അതില് ഉലഹന്നാൻ സാറ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. ഇനി ആര് കഥ പറഞ്ഞാലും ഇത്രത്തോളം എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഈ ആഗ്രഹം എങ്ങനെ സാറിന്റെ കഥ അവതരണത്തെക്കാൾ മുകളിലേക്ക് പോകാൻ പറ്റുന്നതെന്ന് അറിയില്ല. അത്രയ്ക്ക് നല്ല ഒരു ഹൃദ്യമായിരുന്നു സാറേ. ഇതില് ഈ അവതരണം തന്നെ ഒരു ലൈവായിട്ടാണ് അനുഭവപ്പെട്ടത്. നല്ല ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സാറേ. അതിൽ ഒന്നാമത്തെ കഥയിലെ വാസു നിരപരാധിയായിരുന്നെങ്കിലും കഥയിൽ ചോദ്യമില്ല എങ്കിലും പറഞ്ഞോട്ടെ സാറേ, അയാളെ ദൈവവും ശിക്ഷിച്ചല്ലോ. അതുപോലെ തന്നെ വാസുവിനെ പോലെ നമുക്ക് ഹൃദയത്തിൽ ഭയങ്കരമായ ദുഃഖം ഉണ്ടാക്കുന്നത് ആ മാഷിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു. കാരണം അദ്ദേഹം ഇനി ഈ അവസാന നാളുകളിൽ എങ്ങനെ മനസമാധാനത്തോടെ ഉറങ്ങും, എങ്ങനെ മനസമാധാനത്തോടെ മരിക്കും? അത് ഓർക്കുമ്പോ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ രണ്ടാമത്തെ കഥയിലെ ശേഖരൻ മാഷ് ഒരു ഗുരുവിന്റെ തലത്തിൽ എത്തുന്നുണ്ട്. ആദ്യത്തെ മാഷ് കണ്ണുകൾ തുറന്നിരുന്നു, അദ്ദേഹത്തിന്റെ അകക്കണ്ണ് തുറന്നില്ല. പക്ഷെ ഇവിടെ രണ്ടാമത്തെ കഥയിലെ മാഷിന്റെ അകക്കണ്ണാണ് തുറന്നത്, അല്ലേ സാറേ? ഒന്നാമത്തെ കഥയിലെ പിന്നെ വാസുവാണ് ആ കഥയിലെ ഹൈലൈറ്റ് എങ്കിൽ രണ്ടാമത്തേൽ അധ്യാപകനാണ്. അങ്ങനെ കുട്ടിയെയും അധ്യാപകനെയും 2 തലത്തിൽ നിന്നുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് 2 കഥയും വളരെ മേന്മയോടുകൂടി സാർ അവതരിപ്പിച്ചു. എല്ലാവിധ ഭാവുകങ്ങൾ സാറേ. ഇനി എന്ന് സാറ് കഥ പറഞ്ഞാൽ മതി എന്നാ എനിക്ക് തോന്നുന്നത്. അല്ല സാറേ, കഥ പറയുമ്പോ ഇതുപോലത്തെ ആഖ്യാനങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ തരത്തിലേക്ക് എത്തുന്നത്.
അതെ സാറേ, ഭയങ്കര ഫീലിംഗ് തോന്നി. കാരണം ഈ കഥ സ്ഥിരം കേൾക്കാറുള്ള കഥകളാണ്. അധ്യാപകരും കുട്ടികളും മോഷ്ടിച്ചതും തിരിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ എല്ലാം കേട്ടിട്ടുള്ളതാ. പക്ഷെ ഇത് ഏത് ഏത് തലത്തിലേക്കാണ് സാർ ഈ കഥയെ കൊണ്ടുപോയെന്ന് ഓർത്താല് അത് ഭയങ്കര ഒരു ആരോ പറഞ്ഞ നാടകം കണ്ടതുപോലെ നാടകവും ഫിലിമും ഒക്കെ കണ്ട ഒരു അനുഭവമാണ് ഉണ്ടായി സാറേ. നമ്മൾ അധ്യാപകരായിട്ടുള്ള നമ്മുടെ പിന്നെ ഓമന ടീച്ചർ പറഞ്ഞല്ലോ, ടീച്ചർമാര് നല്ല ഇതാണ്. കാരണം നമ്മളും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ, ഉഷ, ഓമനമ്മ, വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഓരോരോ പ്രശ്നങ്ങളിലൂടെ വരുന്ന കുട്ടികളായിരിക്കും. അത് നമ്മൾ ശരിക്കും നമ്മൾ പഠിച്ചപ്പോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷം മനസ്സിലാക്കി വന്ന ഒരു അധ്യാപകനാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിലെ ഓരോ കുട്ടിയുടെയും ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കും. സാറേ, എനിക്കൊരു അനുഭവം ഉള്ളത്, ഞാൻ ഈ ഹയർ സെക്കൻഡറിയിൽ ട്രാൻസ്ഫർ കിട്ടി ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് വന്നു. അപ്പോൾ ആ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ആരും തന്നെ എക്സൈസ് ക്ലബിന്റെ കൺവീനർ ആകാൻ അത്ര താല്പര്യമുള്ളവരായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ സന്തോഷത്തില് പ്രിൻസിപ്പൾ പറയുന്ന എല്ലാ കൺവീനർ സ്ഥാനവും ഞാനങ്ങ് മേടിക്കുക. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഈ എക്സൈസിന്റെ കൺവീനർ ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും അതിനൊരാളായെന്നുള്ളത് കൊണ്ട് ഒരു സന്തോഷത്തോടെ എന്നെ നോക്കുകയും ഞാനും അതിനൊരു ചെറിയൊരു അഹങ്കാരം, കാരണം എനിക്ക് 3 ക്ലബിന്റെ കൺവീനർ സ്ഥാനമാണ് പ്രിൻസിപ്പൾ തന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറേ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ദിവസം 2 കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കിയിരിക്കുന്നു. ഫസ്റ്റ് അവർ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട് അധ്യാപകര്. അപ്പൊ ഒരു ടീച്ചർ അന്ന് താമസിച്ചാണ് എത്തിയത്. ടീച്ചർ മിക്കവാറും താമസിച്ചാണ് വരാറുള്ളത്. അപ്പോ ടീച്ചർ പിന്നെ വരുമ്പോ ടീച്ചറിന്റെ ഒരു ബുദ്ധിമുട്ടോടുകൂടി വരുമ്പോഴാണ് ഈ 2 പിള്ളേർ വെളിയിൽ നിൽക്കുന്നത്. എന്താടാന്ന് ചോദിക്കുകയും അപ്പൊ ആ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു, ഇവര് പിന്നെ കഞ്ചാവും ഉപയോഗിച്ചിട്ടായി വന്ന് ഇരിക്കുന്ന ക്ലാസ്സിലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നുണ്ട് സാറേ, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഉപയോഗിച്ചില്ല എന്നവര് പറയുന്നുണ്ട്. പക്ഷെ ഈ 2 അധ്യാപികമാരും സമ്മതിക്കുന്നില്ല. അപ്പൊ എക്സൈസിന്റെ കൺവീനറായ എന്നെ വിളിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോട് വിളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കതിലൊരു ബുദ്ധിമുട്ട്, കാരണം എന്റെ കുട്ടികളെ അങ്ങനെ അവര് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ ടീച്ചറെ വിളിക്കാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫോണിൽ പൈസ ഇല്ല, അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ടീച്ചർ പെട്ടെന്ന് തന്നെ ഒരു ഫോൺ കൊണ്ടുവന്നിട്ട് വിളിക്കും ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചു. സാറേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഒരു എക്സൈസിന്റെ ഒരു ജീപ്പ് നിറച്ച് പോലീസുമായിട്ട് ഇങ്ങ് വന്നു. സത്യം പറഞ്ഞാൽ കുട്ടികളല്ല വിഷമിച്ചത്, ഞാൻ ശരിക്കും എനിക്ക് കിലുകിലാ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഈ പിള്ളേരെ പിടിച്ചോണ്ട് പോകാനുള്ള അവസ്ഥ ഓർത്തിട്ട്. ഈ പിള്ളേരെ പ്രിൻസിപ്പലിന്റെ റൂമിൽ മുകളിലത്തെ നിലയിലാ നിർത്തിയിരിക്കുക അടുത്ത പ്രിൻസിപ്പള്. ഇപ്പൊ തന്നെ ഇവരെ പിടിപ്പിക്കൂ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സൈസുകാരോടൊപ്പം കൂടെ കയറിയിട്ട് ഞാൻ അതിലെ മെയിൻ ഓഫീസറെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ടീച്ചറിന്റെ റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്ത് ഈ കുട്ടികളെ നിങ്ങൾ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകരുത്, എനിക്ക് ഒരു അവസരം തരണം, ഞാൻ ഇവരോട് പറഞ്ഞ് ശരിയാക്കാം എന്ന് പറഞ്ഞു. അയാൾ ഒരു അത്ര ഇൻട്രസ്റ്റ് അല്ലാത്ത രീതിയിൽ നോക്കി. എന്നിട്ട് ഇവരെ റൂമിൽ അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവരെ ഉപദ്രവിക്കരുത്, ഇവിടെ സ്കൂളിൽ വെച്ച് ഉപദ്രവിക്കരുത് എന്നും കൂടെ ഒരു റിക്വസ്റ്റ് കൊടുത്തു. അവര് എന്തായാലും ഈ സാധാരണ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുള്ള എക്സൈസ് ഓഫീസർ അല്ല വന്നത്. പിന്നെ അയാളെ ഞാൻ ഉടൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞിട്ട് ഈ പിള്ളേരെ 2 പേരും തിരിച്ച് ക്ലാസ്സിലേക്ക് വിടുക സാറേ. അത് കഴിഞ്ഞാണ് സീൻ തുടങ്ങുന്നത്. അപ്പൊ ഇവരെ വിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി, ഇവര് കൊണ്ടുപോയില്ലല്ലോ. അപ്പോഴേക്കും സാറേ പിന്നെ ഇവൻ ഇന്റർവെൽ ടൈം ആയപ്പോ ഇവൻ ഓടി ടീച്ചേഴ്സ് റൂമിലേക്ക് വന്നിട്ട് ടീച്ചർ എൻ്റെ അടുത്ത് ഞങ്ങളോട് ഈ പണി കാണിച്ചല്ലോ ടീച്ചറിന് ഇങ്ങനെയല്ല കരുതിയിരുന്നത് ടീച്ചർ, എന്നുകൊണ്ട് അവൻ കരയുകയാണ്, മൂക്കിലൂടെയും കണ്ണിക്കൂടെയും ഒക്കെ അങ്ങ് വെള്ളം വരിക. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അവനെ അങ്ങനെ അല്ലടാന്ന് പറയുന്നതിന് മുമ്പ് ഇവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു സാറേ. പിന്നെയാണ് ആകെ വെപ്രാളമായത്. ഈ ഭാഗ്യത്തിന് ഡോറിൽ നിന്ന ഒരു സാറ് ഇവനെ കയറി അങ്ങ് പിടിച്ചു, ഒരു പയ്യനെ പിടിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഏതാ ഓടി വാന്ന് പറഞ്ഞു. കാരണം ഇവന് ഓടിക്കളഞ്ഞാൽ സാറേ 2 കാര്യം നടക്കും. ഒന്ന്, ഇവൻ പോകുന്ന വഴി സത്യത്തിൽ ഇവൻ ഈ കഞ്ചാവ് കച്ചവടം സ്കൂളിൽ ചെയ്യുന്ന ഒരു പയ്യനാണ്. അപ്പൊ ഇവനെ പിടിക്കാനായിട്ട് അധ്യാപകരും അതുപോലെ എക്സൈസുകാരും വട്ടവിട്ടുകൊണ്ട് കിടക്കുന്ന കുട്ടിയുമാണ്. അപ്പോ ഇവൻ പോയി കഴിഞ്ഞാൽ എന്റെ ഭയം മൊത്തം, ഒന്നി ഇവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ മാഫിയ സംഘം എന്തായാലും ഇവനെ കൊല്ലും. അപ്പൊ ഈ 2ലും കുടുങ്ങുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അത് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ അവസ്ഥയും കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച്, അന്ന് ഏകദേശം ഒരു ഫസ്റ്റ് അവർ ആണെന്ന് ഓർക്കണം, അന്ന് 3:30 മണി വരെ ഒരു ലൈബ്രറിയിൽ കൊണ്ടിരുത്തി അവനെ
അവനോട് സമാധാനം പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വിട്ടു. പക്ഷേ അന്ന് ഞാൻ ഉറങ്ങിയില്ല സാറേ. കാരണം ഞാൻ പറഞ്ഞു, നാളെ നീ വന്ന് എൻ്റെ മുന്നിൽ ടീച്ചേഴ്സ് റൂമിൽ വന്ന് എന്നെ കണ്ടാൽ മാത്രമേ ടീച്ചർ എന്തെങ്കിലും ആഹാരം പോലും കഴിക്കുള്ളൂ. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും നാളെ എത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തായാലും ഭാഗ്യം, അവൻ പിറ്റേന്ന് രാവിലെ ടീച്ചേഴ്സ് റൂമിന്റെ അവിടെ വന്ന് എന്നെ നോക്കി, ജനലിൽ കൂടെ നോക്കി. എൻ്റെ സാറേ, അതുവരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവുമല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം അങ്ങനെ ഒരു ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾ ടീച്ചേഴ്സിന് ഒരുപാട് പേർക്ക് ഉണ്ട് സാറേ. അത് ഇപ്പൊ ഇത് പറഞ്ഞത് എന്റെ ഒരു അനുഭവമാണ്. ഒരുപാട് സമയം എടുത്തു, സോറി സർ, ക്ഷമിക്കണം. എങ്കിലും പറഞ്ഞത്. താങ്ക് യു മാം. ഓക്കെ, ഉലഹന്നാൻ സാർ, സാറിന്റെ കഥയെ കുറിച്ച് സാറ് തന്നെ പറയും. സാർ, ഈ രണ്ട് കഥകളും യഥാർത്ഥത്തിൽ എൻ്റെതല്ല, ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കഥാതന്തും മറ്റാരുടെയോ ആണ്. പക്ഷെ വാചകങ്ങളും ചാനലുകളും ഒക്കെ എൻ്റെതാണ്. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കഥയുടെ രൂപത്തെ മാറ്റുമ്പോൾ അതിന് കൂടുതൽ ജീവസുണ്ടാകും. ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെതായ ഭാഷയാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കഥ തന്തുവിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല. അപ്പോ ഇത് എഴുതിയ ആളിത് കേൾക്കുകയാണെങ്കിൽ ഇവനെ എന്നെ ഇല്ല, ഞാൻ മോഷ്ടാവല്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സാബു സാറിനോടും പറഞ്ഞു, സാറേ കഥ രണ്ടും എൻ്റെതല്ല. ഇവിടെ എൻ്റെ മനസ്സിൽ ഞാൻ 6 വർഷക്കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്തതാണ്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ അതേ അനുഭവങ്ങളുടെ ബാക്കിപത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ കൂടെ നിൽക്കാൻ മറ്റു കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പണമാണ് ആവശ്യം ഈ കുട്ടികൾക്കും. എന്തിനാണ് ആ പണം ഉപയോഗിക്കുന്നത് എന്ന അന്വേഷണത്തിന്റെ പുറകിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും അന്ന് ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഈ കുട്ടികൾ ഓരോ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ അവര് ഓരോ കെണിയുടെ ബാക്കിപത്രവുമായിട്ടാണ് വരുന്നത്. അവർക്കിതൊരാളോട് തുറന്നു പറയാനില്ല. ആ തുറന്നു പറച്ചില് ഇന്നത്തെ അവസ്ഥ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ അവസ്ഥ ആരോടെങ്കിലും പറഞ്ഞു പോയാൽ അവിടെ രാഷ്ട്രീയ ചായ്വ് ഉണ്ടാവുകയും ഏതിലാണോ ആ കുട്ടി നിൽക്കുന്നത് ആ രാഷ്ട്രീയത്തെ താറടിച്ച് കാണിക്കാൻ ഇവനെ ഒരു കരുവാക്കുകയാണ് ചെയ്യുന്നത്. ഈ അധ്യാപകർക്ക് തന്നെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ പറഞ്ഞു, ഞാനും ഒരു അധ്യാപകനായിട്ട് ട്യൂട്ടോറിയൽ സ്കൂളിലല്ല പഠിപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ചലനങ്ങളും സ്പന്ദനങ്ങളും നമുക്കറിയാം. അപ്പൊ ഇന്ന് ഈ അധ്യാപകർക്ക് ധൈര്യമായി മുന്നേറാൻ കഴിയാത്തത് അവർക്കും ഒരു രാഷ്ട്രീയ ബോസ് ഉണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താൽ ഇവർക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ SFI വിദ്യാർത്ഥിയുടെ ഒരു കാല് വയ്യാത്ത ഒരു കുട്ടിയെ കെട്ടിയിട്ട് മാരകമായി അടിച്ച് തളർത്തിയിട്ട് ഇവിടുത്തെ സമൂഹം ഒരക്ഷരം മിണ്ടിയില്ല. ഇവിടുത്തെ മാന്യജനങ്ങൾ, ഞാൻ പറയുന്നു, ഒരക്ഷരം മിണ്ടിയില്ല. ഇപ്പൊ ഒരു കേസെടുക്കാം. ആർക്കു വേണ്ടി? SFI സ്റ്റുഡൻസ് ആണോ ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത്? അല്ല. മാനുഷികപരമായ യാതൊരു ചിന്തയുമില്ലാതെ ഒരു അംഗവൈകല്യമുള്ള കുട്ടിയെ എന്തിനായിരുന്നു അവനെ ഏൽപ്പിച്ച ഇതെന്താ? ഇവർ പറയുന്ന പോലെ അവനനുസരിച്ചില്ല എന്നുള്ളതാണ്. മാനുഷികമായ ചലനം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇവിടെ 2 അധ്യാപകരെ, 2 വിദ്യാർത്ഥികളെ ആ രീതിയിലുള്ള വ്യത്യസ്തമായ, ഇന്നത്തേൽ നിന്ന് വ്യത്യസ്തമായ 2 അധ്യാപകരെയും 2 വിദ്യാർത്ഥികളെയും കിട്ടിയപ്പോൾ അതിൻ്റെതായ ശൈലിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ്. കഥ ഇഷ്ടമായി, കഥനം ഇഷ്ടമായി എന്നറിയിച്ചതിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. ഷീല ബേഗം പറഞ്ഞു, ഞാൻ എടുക്കണം, കാരണം നമുക്കിത് ചർച്ച ചെയ്യാനുള്ള സ്ഥലമാണ്. നമുക്കിപ്പോ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ മക്കൾക്കും. അപ്പൊ ഈ കാര്യങ്ങൾ മക്കളെ ബോധ്യപ്പെടുത്തുകയും കുഞ്ഞുമക്കളെ തലോടി നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ ഇവർ ഒരു കുഴിയിലും ചെന്ന് വീഴില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ശരി സർ. ഓക്കെ, അപ്പോൾ
ബാബു സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയും. നമ്മുടെ ജോർജ് സാറ് പറഞ്ഞ് ഈ ബാക്ക് ബെഞ്ച് ബോയ്സിൽ ഉള്ള കുട്ടികളാണെന്നല്ല. ഞാനൊരു ബാക്ക് ബെഞ്ച് ബോയ് ആയിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കുർത്തക്കേടുകളൊക്കെ സാറ് ഒരുപാട് കാണിക്കുന്ന ഇപ്പോഴും ആ കുട്ടികളൊക്കെ ഇപ്പൊ പറഞ്ഞ രീതിയിൽ കണ്ടാലും അങ്ങനെയൊക്കെ തോന്നും. അതെ, ഈ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളാരും മോശമാവില്ല. സാറേ ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. ഞാനൊരു ഒന്നാം തരം ബാക്ക് ബെഞ്ച് വില്ലനായിരുന്നു ഈവൻ കോളേജിലും. പക്ഷെ എൻ്റെ അധ്യാപകരോട് ഞാൻ അങ്ങേയറ്റം ബഹുമാനത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. മാത്രമല്ല, ഇന്നും പ്രായമായ 2 ടീച്ചേഴ്സ് അവരെ മാസത്തിൽ ഒരു തവണ ചെന്ന് കാണും. അവര് പറയുന്നത്, നിങ്ങൾ എനിക്കൊന്നും കൊണ്ടുവരണം, എൻ്റെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. അപ്പൊ ഫ്രണ്ട് ബെഞ്ചർക്ക് അവരുടെ ഒരു ചലനം വ്യത്യസ്തമാണ്. സമൂഹമായി ചിലപ്പോൾ ബന്ധമൊന്നുമില്ലാതെ പോകുന്ന ആളുകൾ. ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാ കുരുത്തക്കേടുകളിലും. പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സാമൂഹ്യ ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. അന്നത്തെ അധ്യാപകർ ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ബഹുമാനം എല്ലാ അധ്യാപകർക്കും നാട് നൽകുന്നു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അതെ അതെ, ഞാൻ രക്ഷപ്പെട്ടത് തന്നെയാണ് സാർ. മനോജ് സാറിന്റെ കഥ കൂടെ പറയും. അല്ല, ഞാന് കഥ പറഞ്ഞ സാർ ഇന്നിപ്പോ രാത്രിയിൽ പറയാനുള്ള കഥകളൊക്കെ ഉണ്ട്. അത്രമാത്രം ഞാന് ഈ ഉലകനാൻ സാർ പറയില്ലേ, ഇപ്പൊ ഈ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പഠിക്കുന്ന കുട്ടികളെ ഇപ്പൊ പറയുന്ന ഈ പുതിയ ലാംഗ്വേജിൽ പഠിപ്പിസ്റ്റുകളെന്നാണ് സാറ് പറയുന്നത് അല്ലേ? അവന്മാർ ഈ പറഞ്ഞ പോലെ അവന്മാരെ കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നത്. ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരെ അവന്മാരെ അത്ര കാണിക്കത്തില്ല. ഇത് വലിയ പഠിപ്പിസ്റ്റുകൾ പിള്ളേരും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നവർ. അപ്പം ഇതുപോലെ ഈ സാർ പറഞ്ഞ പോയിന്റാണ്, നല്ല കൗൺസിലിങ്ങും ഇത്രയും ടീച്ചേഴ്സ് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല സാബു സാറേ. നമ്മുടെ കൂട്ടത്തിൽ ടീച്ചേഴ്സ് എത്ര പേരുണ്ട് ഇപ്പോ? ടീച്ചേഴ്സിന്റെ ബന്ധം ഇല്ലാത്ത ആരെങ്കിലും സാറേ? തുടക്കം ടീച്ചേഴ്സാ എല്ലാവരും തന്നെ. അല്ല, ഞാൻ ഈ പ്ലാറ്റ്ഫോമിലെ കാര്യം പറഞ്ഞാണ്. തുടക്കം ആദ്യത്തെ ജോലി മിക്കവാറും ടീച്ചേഴ്സ് ആയിരിക്കും. അവർക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവരൊക്കെ വേറെ വഴി തെറ്റിപ്പോകും. 3 ടീച്ചേഴ്സ് ഇവിടെ നമുക്ക് കാണാനുണ്ട് സാറേ. അതെ, മൂന്നല്ല, ഇപ്പൊ പറഞ്ഞില്ലേ ഉലകനാൻ സാറിന് ടീച്ചറാണ്. പക്ഷെ അവരൊക്കെ കാണാനുള്ള പറഞ്ഞ സാറേ ഒരു കാര്യം എനിക്കും പറയാം. ഉഷ മേഡം പറഞ്ഞോ? ഉഷ മേഡം ഗോതമംഗലം ടീച്ചറാണ്, പറഞ്ഞോളൂ. അല്ല, സാറ് പറഞ്ഞിട്ട് പറയാം. അല്ല, മനസ്സ് സാർ അല്ല, ഞാനേ ഉലകനാൻ സാറ് പറഞ്ഞത് ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴ്, ഞാനും എൻ്റെ ഡിഗ്രി കാലം കഴിഞ്ഞ് ട്യൂട്ടോറിയൽ എൻ്റെ വീടിനടുത്തുള്ള ട്യൂട്ടോറിയൽ പോയി ഞാൻ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയൽ പോയി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ സാറേ ഏറ്റവും വലിയൊരു പഠിപ്പിക്കൽ ശരിക്കും പറയാം. കാര്യം മണ്ടന്മാരിൽ ശിരോമണ്ടന്മാർ തുടങ്ങി ഉഴപ്പന്മാരിലെന്ന് തുടങ്ങി അവന്മാരെ ജയിപ്പിക്കണ്ടേ സാറേ? ഞാൻ ശരിക്കും 2 വർഷം പഠിപ്പിച്ചിട്ടുണ്ട് കെമിസ്ട്രി. ഇപ്പോഴും കെമിസ്ട്രി കൂടാണ് ജീവിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി നമ്മുടെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഒരു വലിയ അനുഭവമാണ്. ഇപ്പോൾ സാബു സാർ ഇപ്പോൾ പറഞ്ഞു, എല്ലാവരുടെയും ഒരു തുടക്കം ഒരു അധ്യാപകരുടെ ഒരു വലിയ റോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഇപ്പോഴും ഉണ്ട്. അന്നും കുറച്ചുകൂടെ നമ്മൾ സാറുമാരെ കാണുമ്പോൾ മുണ്ട് അഴിച്ചിടുമായിരുന്നു. ഇപ്പൊ പിള്ളേരെന്താ കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ മുണ്ടില്ലല്ലോ, പാൻസ് അല്ലേ, അപ്പൊ അഴിച്ചിടണ്ട. സാറേ ഒരു കാര്യം സാറിന് പിടികിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. ഈ ട്യൂട്ടോറിയലിൽ നമ്മുടെ കുട്ടികള് അവരുടെ ആത്മാർത്ഥവും സ്നേഹവും ഇന്നും, എനിക്ക് പാലക്കാടുള്ള ഏത് സ്ഥലത്ത് പോയാലും ഞാൻ പഠിപ്പിച്ച, അതായത് 7ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിപ്പിച്ച കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാറിന് എന്താ വേണ്ട, എന്താ ചെയ്തേണ്ടത് എന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഫ്രണ്ട് ബെഞ്ചിൽ കയറിപ്പോയ പഠിപ്പിസ്റ്റുകള് ആ വഴി പോയ ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. അത് എന്റെ അനുഭവം. ഈ പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്ന പിള്ളേർക്കാ സ്നേഹം. അതെ, ഞാൻ ഇപ്പൊ ഓർക്കുന്നു ടീച്ചറെ, ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഞാൻ അന്ന് 2 ട്യൂട്ടോറിയൽ കോഴ്സ് പഠിപ്പിക്കും. എനിക്കൊരു BSc സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. ഒരൊറ്റ ക്ലാസ് കഴിഞ്ഞ് അടുത്ത് വിട്ട് ചവിട്ടി അപ്പുറത്തൊക്കെ പോകും. അതിൽ പഠിപ്പിച്ച ഒരു പെൺകുട്ടി എന്നെ ദുബായിൽ വെച്ച് കണ്ടിട്ട് തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഉലകനാൻ സാറ് പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു എന്താണ്, അധ്യാപകരൊന്നും നമ്മൾ റോള് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 വാക്ക് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഒരു നമുക്കത് തിരിച്ചു കിട്ടുമ്പോഴേ ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ